സാറേ സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാം സാർ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് വിഷ്ണുമോഹൻ എന്നാണ്. ഞാൻ വെസ്റ്റീജിന്റെ കേരള ASM ആണ്, ഏരിയ സെയിൽസ് മാനേജറാണ്. ഞാനിപ്പോൾ വെസ്റ്റീജിൽ വന്നിട്ട് ഏകദേശം 1 വർഷവും 4 മാസവും ആവുന്നുണ്ട്. ഇതിന് മുമ്പേ ഞാൻ ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് വെസ്റ്റീജിലേക്ക് ഒരു കണക്ഷൻ കിട്ടുന്നതും ഞാൻ വെസ്റ്റീജിലേക്ക് വരുന്നതും. ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ട്രെയിനിങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഞാൻ CND ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെല്ലുലാർ നറിഷ്മെന്റ് തെറാപ്പി എന്ന ഈ ഒരു പ്രോഗ്രാമാണ്. വെസ്റ്റീജിന്റെ ഒരു പ്രസ്റ്റീജ് പ്രോഗ്രാം തന്നെയാണ് സെല്ലുലാർ നറിഷ്മെന്റ് തെറാപ്പി എന്നൊരു പ്രോഗ്രാം. ഇവിടെ ഈ ഒരു പ്രോഗ്രാം വെസ്റ്റീജിന്റെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. വെസ്റ്റീജ് എന്താണെന്ന്, വെസ്റ്റീജ് എന്താണ്, കമ്പനി എന്താണെന്നും, വെസ്റ്റീജിന്റെ മാനേജ്മെന്റ് എന്താണെന്നും, അതുപോലെ തന്നെ വെസ്റ്റീജിന്റെ എന്താണ് വിഷൻ എന്നുള്ള കാര്യങ്ങളും, വെസ്റ്റീജ് എന്തിനാണ് നിലകൊള്ളുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെഷനിലൂടെയാണ് പറയുന്നത്. മാത്രമല്ല കുറേയധികം പ്രോഡക്റ്റുകൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേയധികം പ്രോഡക്റ്റുകളും സെഗ്മെന്റുകളും ഒക്കെ പരിചയപ്പെടുന്നതും ഈ ഒരു സെഗ്മെന്റിൽ, ഈ ഒരു ട്രെയിനിങ്ങിലാണ്. കൂടാതെ വെസ്റ്റീജിന്റെ ഒരു ഇൻകം പ്ലാൻ, എങ്ങനെയാണ് വെസ്റ്റീജിൽ ഇൻകം കിട്ടുന്നത് എന്നുള്ളൊരു ബ്രീഫും നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ കിട്ടുന്നതാണ്. ഇത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ് VIP എന്നൊരു പ്രോഗ്രാം, വെസ്റ്റീജ് ഇനിഷ്യേഷൻ പ്രോഗ്രാം. വെസ്റ്റീജ് എന്തിനാണെന്നും, വെസ്റ്റീജിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നും, വെസ്റ്റീജ് എന്താണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെഷനാണ്. കൂടാതെ VLC എന്നൊരു പ്രോഗ്രാം ഉണ്ട്, വെസ്റ്റീജ് ലീഡർഷിപ്പ് കോൺക്ലേവ്. അവിടെ നമ്മൾ വെസ്റ്റീജിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെയാണ് ആ ഒരു ലീഡർഷിപ്പ് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകുന്നത്, എന്തൊക്കെ ഒബ്ജെക്ഷൻസ് ആണ് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടുന്നത്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സെഷനിലുണ്ട്. കൂടാതെ വെസ്റ്റീജിന്റെ പ്ലാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു സെഷനും കൂടിയാണ് വെസ്റ്റീജിന്റെ ലീഡർഷിപ്പ് കോൺക്ലേവ്. ഇത് കൂടാതെ വെൽനസ് സിമ്പോസിയം, വുമൺ എംപവർമെന്റ് പ്രോഗ്രാം, മീറ്റ് ദ മില്ലിയനർ പ്രോഗ്രാം, അതുപോലെ ഹെൽത്ത് കെയർ ട്രെയിനിങ്, ഹെൽത്ത് കെയർ വർക്ക്ഷോപ്പ്, അഗ്രി ട്രെയിനിങ്, അഗ്രി വർക്ക്ഷോപ്പ്, ബ്യൂട്ടി മേക്കപ്പ് വർക്ക്ഷോപ്പ്, ബ്യൂട്ടി ട്രെയിനിങ്ങുകൾ, ഇങ്ങനെ തുടങ്ങി 18ഓളം എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും അതിലുപരി ഒരുപാട് റെക്കഗ്നീഷൻ പ്രോഗ്രാംസും ഒക്കെ നമുക്കുണ്ട്. മൊത്തത്തിൽ ഏകദേശം 26ഓളം പ്രോഗ്രാംസ് വെസ്റ്റീജിന് ഇന്ന് ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ടും എല്ലാ ദിവസങ്ങളിലും നടക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് എല്ലാ മാസവും ഇങ്ങനെ പറഞ്ഞു പോയാലും, ഇങ്ങനെ കണക്കൂട്ടി നോക്കിയാലും 1 ലക്ഷത്തിൽ പരം ആളുകൾ വെസ്റ്റീജിന്റെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ബേസിക് പ്രോഗ്രാമാണ് വെസ്റ്റീജിന്റെ സെല്ലുലാർ നറിഷ്മെന്റ് തെറാപ്പി. ഒരിക്കൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തതാണ്, പക്ഷേ സമയത്തിന്റെ പരിമിതി മൂലം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇന്ന് നമ്മൾ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു പ്രോഗ്രാം നമുക്ക് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു മാക്സിമം 1 മണിക്കൂറിനകത്ത് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു 1 മണിക്കൂർ വളരെ ശ്രദ്ധയോടെ ഒന്ന് കേട്ടിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത് കമ്പനിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. കമ്പനിയുടെ ഒഫീഷ്യൽ പ്രസന്റേഷൻ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങളിത് കൺസിഡർ ചെയ്യുക. സാധാരണ സെല്ലുലാർ നറിഷ്മെന്റ് തെറാപ്പി എന്നുള്ളത് ഓഫ്ലൈൻ നമ്മൾ ചെയ്യാറില്ല, ഓൺലൈനായിട്ട് തന്നെയാണ് ഓൺലൈൻ ചെയ്യാറില്ല, ഓഫ്ലൈൻ ആയിട്ടാണ് മീറ്റിങ്ങുകൾ ചെയ്യാറുള്ളത്. പക്ഷെ നിങ്ങളിൽ പല ആൾക്കാരും പല സ്ഥലങ്ങളിൽ വളരെ ദൂരെയൊക്കെ ആയതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടുമാണ്. ഷാജാന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു പ്രോഗ്രാം നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. വെസ്റ്റീജിന്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെസ്റ്റീജിന് എനിക്ക് സ്ക്രീൻ മൂവ് ആവുന്നില്ലല്ലോ സാറേ, ഒരു മിനിറ്റ്. നമ്മൾ ഗുഡ് മോർണിംഗ് പറയുക എന്നുള്ളത് വെസ്റ്റീജിന്റെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ അത് എല്ലായ്പ്പോഴും നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്ന ആൾക്കാരാണ്. രാവിലെ ആയിക്കോട്ടെ, രാത്രിയിലായിക്കോട്ടെ, ഉച്ചയായിക്കോട്ടെ, എപ്പോഴും നമ്മൾ ഗുഡ് മോർണിംഗ് പറയുക എന്നുള്ളത് വെസ്റ്റീജിന്റെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മളെല്ലാവരും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. വെസ്റ്റീജിന്റെ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വെസ്റ്റീജിന്റെ യൂണിഫോം ഉണ്ട്. അപ്പോൾ വെസ്റ്റീജിന്റെ യൂണിഫോം ജെൻസിന് വേണ്ടിയിട്ട് വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ടൈയും ആണുള്ളത്. അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂണിഫോം ആയിട്ട് സാരിയാണുള്ളത്. ഇത്തരത്തിലുള്ള യൂണിഫോം ഉണ്ട്. വെസ്റ്റീജിൻ്റെതായ ഒരു അപ്ലോസ് ഉണ്ട്. അതുപോലെ തന്നെ വെസ്റ്റീജിന്റെ ബ്രൂച്ച് ഉണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ്. അപ്പോൾ ഈ ഗുഡ് മോർണിംഗ് പറയുക എന്നുള്ളത് നമ്മുടെ വെസ്റ്റീജിന്റെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അത് നമ്മളെല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എനർജി, ആവേശം, പുതിയ തുടക്കങ്ങൾ തുടങ്ങാനുള്ള ഒരു കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില തീരുമാനങ്ങൾ, ഇതൊക്കെ നമ്മൾ എടുക്കുന്നത് രാവിലെയാണ്.
അപ്പൊ ഇത് ഈ ഒരു രാവിലത്തെ നമ്മുടെ വെസ്റ്റീജിൽ നമ്മുടെ ഓരോ വെസ്റ്റീജന്മാരും നമുക്ക് ഉണ്ടാവുന്ന ഈ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഒരിക്കലും പോയിപ്പോവില്ല. രാവിലെ ആയിക്കോട്ടെ, ഉച്ചയായിക്കോട്ടെ, രാത്രിയിലായിട്ട് എല്ലാ സമയങ്ങളിലും നമുക്ക് ആ ഒരു എനർജി നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും. അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഗുഡ് മോർണിംഗ് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും പറയുന്നത്. വെസ്റ്റീജിനെ ഈ ഒരു തരത്തിലേക്ക് നയിച്ചു കൊണ്ടുവന്ന 21 വർഷങ്ങൾ നമ്മൾ വെസ്റ്റീജ് പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു തരത്തിലേക്ക് നമ്മളെ വെസ്റ്റീജിനെ നയിച്ചു കൊണ്ടുവന്ന 3 വ്യക്തിത്വങ്ങളാണ് മിസ്റ്റർ ഗൗതം ബാലി, മിസ്റ്റർ ദീപക് സൂദ്, മിസ്റ്റർ കൺവീർ ഗുൽ. ഈ 3 പേര് ചേർന്നാണ് 2004 വെസ്റ്റീജ് എന്ന കമ്പനി ആരംഭിക്കുന്നത്. 2004 ജൂൺ 2 അപ്പൊ അവിടെ ഈ ഒരു വെസ്റ്റീജ് ആരംഭിക്കുമ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന മുതൽക്കൂട്ടം എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസ് മാത്രമാണ്. അവർ ഈ 3 ആളും പല കമ്പനികളിലൊക്കെ വളരെ സീനിയർ പോസ്റ്റിൽ ജോലി ചെയ്തിരുന്ന വ്യക്തികളാണ്. അവിടെ നിന്നൊക്കെ ജോലി റിസൈൻ ചെയ്താണ് വെസ്റ്റീജ് എന്ന കമ്പനി ആരംഭിക്കുന്നത്. അവർക്കുണ്ടായിരുന്ന സർവ്വസമ്പത്തും ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് രാവും പകലും കഠിനാധ്വാനം എടുക്കുകയാണ് ഈ ഒരു വെസ്റ്റീജിന് വേണ്ടിയിട്ട്. ഇവിടെ വെസ്റ്റീജ് എന്ന കമ്പനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ലക്ഷ്യം തന്നെയാണ് നമ്മുടെ വിഷൻ. വെസ്റ്റീജ് ആരംഭിച്ചത് മുതൽ ഇന്ന് വരേക്കും നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്, നമ്മുടെ വിഷൻ അത് തന്നെയാണ്. ഇനി അങ്ങോട്ടും ഇത് തന്നെയാണ് നമ്മുടെ വെസ്റ്റീജിന്റെ വിഷൻ. വേറൊന്നുമല്ല, ഇന്ത്യയില് പല കോടി ജനങ്ങളുണ്ട്, പക്ഷേ എല്ലാവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യമൊന്നും ഇല്ല. അവർക്ക് ഉദ്ദേശിച്ച ജീവിത രീതി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അതിനൊരു പരിഹാരമാണ് ഇന്ന് നമ്മുടെ വെസ്റ്റീജ്. ഏതൊരാൾക്കും, ഏതൊരു സാധാരണക്കാരനും അവരുടെ സ്വന്തം നിലയിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ്. അതാണ് നമ്മുടെ വെസ്റ്റീജിന്റെ വിഷൻ. ആ വിഷനിൽ നിലയുറപ്പിച്ച് നിൽക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ്. നമ്മുടെ ഗൗതം ബാലി സാറ് നമ്മുടെ കമ്പനിയുടെ MD ആണ്. മറ്റു 2 പേരും കോ ഫൗണ്ടേഴ്സും അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സും കൂടിയാണ്. നമ്മുടെ MD ആയിട്ടുള്ള ശ്രീ ഗൗതം ബാലി സാർ എപ്പോഴും നമ്മളോട് പറയപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ചിന്തിക്കാനുള്ള ധൈര്യമെങ്കിലും നിങ്ങൾ കാണിക്കുന്നതാണ്. ചിന്തിക്കാനുള്ള ധൈര്യമെങ്കിലും നിങ്ങൾ കാണിക്കാനാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ജീവിതം മാറണം എന്നുള്ളത് നിങ്ങൾ എപ്പോ ആഗ്രഹിക്കുന്നോ അവിടെ മുതൽ നിങ്ങളുടെ ജീവിതം മാറുകയാണ്. നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുന്നതും അവിടെ മുതലാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്ത് ഭാഗ്യം ഉണ്ടാവട്ടെ, അന്ന് നോക്കാം, അല്ലെങ്കിൽ ഇനി ആവട്ടെ, ഇനി ചെയ്യാം എന്ന് നിങ്ങൾ കരുതിയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സമയം വെറുതെ പാഴായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക. ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വെസ്റ്റീജില് അത്തരത്തിൽ തീരുമാനങ്ങൾ എടുത്തത് കൊണ്ടാണ് വെസ്റ്റീജിന് ഇന്ന് സക്സസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചുള്ളത്. ആധുനിക ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ്. മാത്രമല്ല, ലോകത്തുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ ലിസ്റ്റിൽ ആദ്യത്തെ 50 സ്ഥാനങ്ങളിലൊന്ന് നമ്മുടെ വെസ്റ്റീജ് ഉണ്ട്. നിലവിൽ നമ്മൾ 36ാമത്തെ പൊസിഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, 2029 നമ്മുടെ വെസ്റ്റീജ് കമ്പനി ലോകത്തുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ ലിസ്റ്റിൽ ആദ്യത്തെ 10 സ്ഥാനങ്ങളിലേക്ക് എത്താൻ പോകുന്ന ഒരു കമ്പനിയാണ്. പത്രത്തിലാണ് വെസ്റ്റീജിന്റെ മുന്നോട്ടുള്ള പോക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് 7ലധികം രാജ്യങ്ങളിലേക്ക് നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് വെസ്റ്റീജിന് സാധിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ കൺട്രീസിൽ വളരെ വലിയൊരു ഗ്രോത്ത് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. 2029 ഇന്ത്യയുടെ തൊട്ടുപുറകെ ആഫ്രിക്കൻ കൺട്രീസിലെ ബിസിനസ് എത്തും എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 3000-ലധികം ഡയറക്ട് സെല്ലിംഗ് പോയിന്റുകളുണ്ട്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും നിങ്ങൾക്ക് നമ്മുടെ വെസ്റ്റീജിന്റെ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങാൻ സാധിക്കുന്ന കാര്യം. 400-ലധികം എംപ്ലോയീസ് ഉള്ള ഒരേ ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയുന്നതും വെസ്റ്റീജ് മാത്രമാണ്. കൂടാതെ 2.5 ദശലക്ഷത്തിലധികം ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇന്ന് വെസ്റ്റീജിന്റെ ഭാഗമായിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് നമ്മുടെ ഇന്ന് ഇൻകം വാങ്ങുന്നതുമുണ്ട്. ഇങ്ങനെയുള്ള വെസ്റ്റീജിനെ തേടി ഒരുപാട് അവാർഡുകളുടെ റെക്കഗ്നീഷൻസും വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡയറക്ട് സെല്ലിംഗ് ബ്രാൻഡ് എന്നുള്ളതാണ്. 2021 മുതൽ ഇതുവരേക്കും നമ്മൾ തന്നെ ആണ് ഈ ഒരു റെക്കഗ്നീഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമുക്കത് കിട്ടുന്നുണ്ട്. ഗ്ലോബൽ 100 അവാർഡ്സ്, നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ അവാർഡ് 2021 കിട്ടിയ അവാർഡാണ്. 2023 ബെസ്റ്റ് ബ്രാൻഡിനുള്ള അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2017 ഏറ്റവും മികച്ച കമ്പനിക്കുള്ള അവാർഡ് കിട്ടി. 2017-18 കാലഘട്ടങ്ങളിലെ ഏറ്റവും മികച്ച ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിക്കുള്ള അവാർഡും കിട്ടി. തുടർച്ചയായിട്ട് ലോകത്തുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ ലിസ്റ്റിൽ ആദ്യത്തെ 50 സ്ഥാനങ്ങളിൽ നമ്മളുണ്ടെന്നുള്ള റെക്കഗ്നീഷൻ ഉണ്ട്. ജോലി ചെയ്യാൻ വളരെ ഉത്തമമായ സ്ഥലം, ദ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 2021 ഏറ്റവും മികച്ച തൊഴിൽദാതാക്കളുടെ പട്ടികയിൽ നമ്മളുണ്ട്, നമ്മുടെ വെസ്റ്റീജ് ഉണ്ട്. അതിന് നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് എംപ്ലോയർ ബ്രാൻഡ് എന്നുള്ള അവാർഡ് 2021 നമ്മൾ നേടിയ കമ്പനിയാണ്. ഇത്തരത്തിലുള്ള കമ്പനിയിലേക്ക് വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വെസ്റ്റീജിൽ ഏറ്റവും ഹയസ്റ്റ് ഇൻകം വാങ്ങുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റീജിലേക്ക് വന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടൊരു വ്യക്തി ഇന്ന് DUCD ആണ്. അദ്ദേഹം BMC മെമ്പറാണ്. 1,68,00,000 രൂപയാണ് പ്രതിമാസം വരുമാനം വാങ്ങുന്നത്. നിങ്ങൾ ഓർക്കുക, വെസ്റ്റീജിൽ ഒരു വ്യക്തി 1,68,00,000 രൂപ പ്രതിമാസം വരുമാനം വാങ്ങുന്നുണ്ട്. ഇത് കൂടാതെ നിരവധി ആൾക്കാരുണ്ട്. ഇവരൊക്കെ ലക്ഷം കോടിയൊക്കെ വരുമാനം നേടുന്ന ആൾക്കാരാണ് ഇന്ന് വെസ്റ്റീജിൽ.
ഇപ്പൊ വെസ്റ്റീജിൽ വരുമാനം നേടുന്നതിൽ ഒരു സംശയവും വേണ്ട. ഈ പറഞ്ഞ സിദ്ധാർത്ഥ് സിംഗ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വെസ്റ്റീജില് മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഏഷ്യയിൽ തന്നെ ഏറ്റവും ഹൈയസ്റ്റ് ഇൻകം വാങ്ങുന്ന ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഒരു വ്യക്തിയെ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ വെസ്റ്റീജില് വരുമാനം നേടുന്നതിന് ഒരു പരിധികളുമില്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സമ്പാദിക്കാൻ സാധിക്കും. അങ്ങനെ സമ്പാദിക്കാൻ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിത രീതികളൊക്കെ മാറ്റി മറിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വീട് വെക്കാനോ വാങ്ങിക്കാനോ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യാനോ മാതാപിതാക്കളെ സംരക്ഷിക്കാനോ എന്ന് തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏറ്റവും പരിപൂർണ നിലയിൽ നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ എല്ലാ വർഷവും 3 വിദേശയാത്രകൾ നമുക്ക് വെസ്റ്റീജ് കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു വെസ്റ്റീജ് കമ്പനിയിലേക്ക് നമുക്ക് തീർച്ചയായും സക്സസ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ചില ആ, വ്യക്തിത്വങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. വെസ്റ്റീജ് മില്ലേണിയേഴ്സ് കൗൺസിൽ മെമ്പേഴ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. VMCA മെമ്പേഴ്സ് ആണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, പ്രതിമാസം 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം നേടാൻ സാധിക്കുമെങ്കിൽ ഈ ഒരു ക്ലബിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. ഇന്ന് ഇതിൽ കാണുന്ന പല ലീഡേഴ്സും ഗ്രേറ്റ് ലീഡേഴ്സ് ആണ്. ഇവരൊക്കെ വെസ്റ്റീജില് വർഷങ്ങൾക്ക് മുമ്പ് ജോയിൻ ചെയ്ത, നിങ്ങളെ പോലെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ജോയിൻ ചെയ്ത വ്യക്തികളാണ്. ഇന്ന് ഇവർക്കൊക്കെ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം നേടാൻ സാധിക്കുന്നുണ്ട്. 30 ലക്ഷം, 40 ലക്ഷം, 50 ലക്ഷം, 60 ലക്ഷം, 1 കോടിയിൽ പരം വരുമാനം വാങ്ങുന്ന വ്യക്തികളാണ് ഇവരൊക്കെ. അപ്പൊ ഇവരെയൊക്കെ എങ്ങനെ ഇവർക്ക് ഇത് സാധിച്ചു? ഒരു പൂക്കച്ചവടക്കാരൻ ഇതിലുണ്ട്, അദ്ദേഹത്തിന് ഇതെങ്ങനെ സാധിച്ചു? ഒരു കാർ ഡ്രൈവർ ഉണ്ട്, അദ്ദേഹത്തിന് ഇതെങ്ങനെ സാധിച്ചു? ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്നറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾ VMCM ലൈഫ് സ്റ്റൈൽ എന്ന് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇവരുടെയൊക്കെ സ്റ്റോറി വെസ്റ്റീജ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് നോക്കാം. വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള സ്റ്റോറീസ് ആണ്. വളരെ സാധാ കുടുംബത്തിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് യാതനകൾ അനുഭവിച്ച് വന്ന വ്യക്തികളാണ് ഇവരൊക്കെ ഇന്ന് ഈ ഒരു നിലയിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്, കോടീശ്വരന്മാരാകാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവരെ കുറിച്ചുള്ള സ്റ്റോറീസ് VMCM ലൈഫ് സ്റ്റൈൽ എന്ന് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ വെസ്റ്റീജിന്റെ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. വെസ്റ്റീജ് തിരഞ്ഞെടുത്തൊരു പ്ലാറ്റ്ഫോമാണ്. ഇന്ന് സൗഖ്യം എന്നുള്ള കാര്യത്തിൽ, ആരോഗ്യം എന്നുള്ള കാര്യത്തിലേക്ക് എല്ലാവർക്കും വളരെയധികം ശ്രദ്ധയുണ്ട്. കാരണം ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും വലിയൊരു ആവശ്യകത ആയി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. FICC കണക്ക് പ്രകാരം ഇന്ത്യയിൽ മാത്രം 49,000 കോടി രൂപയുടെ ബിസിനസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു മേഖലയ്ക്ക് വലിയ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാവാൻ കാരണങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ കുറെ കാലങ്ങളായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടും ആയുസോടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇവിടെ ഈ ഒരു മേഖല തന്നെ വെസ്റ്റീജ് തെരഞ്ഞെടുക്കുന്നതിനും കുറെ കാരണങ്ങൾ കൂടിയുണ്ട്. ഇന്ത്യയില് പോപ്പുലേഷന്റെ 15-നും 24 പ്രായമുള്ളവര് 18%, അതുപോലെ 25-നും 64 പ്രായമുള്ളവര് 41% ഉണ്ട്. അപ്പൊ ഇന്ത്യയിലെ പോപ്പുലേഷന്റെ ഏകദേശം 3/4% ആൾക്കാർ യുവാക്കളാണ്. പഠിക്കുന്ന കാലഘട്ടമാണ്, ജോലി ചെയ്യുന്ന കാലഘട്ടമാണ്. ഈ സമയത്തോട് ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത് അത് അവരുടെ ആവശ്യം കൂടിയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എത്ര പണം മുടക്കാനും ആൾക്കാർ തയ്യാറാണ്. ഇത്രയും വലിയൊരു മാർക്കറ്റാണ് ഇന്ന് ഇന്ത്യ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് വെസ്റ്റീജ് പ്രത്യേകമായി പ്രോഡക്റ്റുകളൊക്കെ തയ്യാറാക്കി തന്നിട്ടുണ്ട്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് വെസ്റ്റീജിലുള്ളത്. അത് ആരോഗ്യപരമായിക്കോട്ടെ, സാമ്പത്തികപരമായിക്കോട്ടെ, ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇന്ന് വെസ്റ്റീജിന്റെ പ്രോഡക്റ്റുകൾക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല വെസ്റ്റീജിന്റെ പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്, സൈഡ് എഫക്ട് ഇല്ലാത്ത പ്രോഡക്റ്റുകളാണ്, ഏറ്റവും മികച്ച നിലവാരത്തിലാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഏതൊരു സാധാരണക്കാരനും വാങ്ങാൻ പറ്റുന്ന വിലയിലാണ് ഈ പ്രോഡക്റ്റുകൾ ഉള്ളത്. മാത്രമല്ല ഇന്ത്യയിൽ എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിലുള്ള ഈ പ്രത്യേകതകളാണ് വെസ്റ്റീജിന്റെ നട്ടൽ, അല്ലെങ്കിൽ വെസ്റ്റീജിന്റെ പ്രോഡക്റ്റിന്റെ നട്ടൽ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇവിടെയാണ് സെല്ലുലാർ നറിഷ്മെന്റ് തെറാപ്പി എന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രാധാന്യം. ഇവിടെ എന്താണ് സെല്ലുലാർ നറിഷ്മെന്റ് തെറാപ്പി? നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് 63 മുതൽ 70 ട്രില്യൺ വരെ കോശങ്ങൾ കൊണ്ടാണ്. അപ്പൊ കോശങ്ങളിലേക്ക് ശരിയായ അളവിൽ പോഷകങ്ങൾ എത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുകയുള്ളൂ. ശരിയായ അളവിൽ കോശങ്ങൾക്ക് എത്തിയില്ല എങ്കിൽ നമുക്ക് ആരോഗ്യക്കുറവുണ്ടാവും, രോഗങ്ങൾ വരും. രോഗങ്ങൾ വന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പലതരം വൈകല്യങ്ങളിലേക്ക് നമ്മൾ പോകും. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണണമെങ്കിൽ കോശങ്ങളിലേക്ക് ശരിയായ അളവിൽ പോഷകങ്ങൾ എത്തണം. അതിനാണ് സെല്ലുലാർ നറിഷ്മെന്റ് തെറാപ്പിയിലൂടെ വെസ്റ്റീജ് നിരവധിയായിട്ടുള്ള ഹെൽത്ത് സപ്ലിമെന്റുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയും അത് ഇന്ന് ലോകത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുകയും വളരെ ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത്. അപ്പോ ഇതില് നമുക്ക് 19 കാറ്റഗറികളിലായിട്ട് പ്രോഡക്റ്റുകൾ വെസ്റ്റീജ് നമുക്ക് തന്നിട്ടുണ്ട്. നിലവിൽ നമുക്ക് 450-ലധികം പ്രോഡക്റ്റുകൾ വെസ്റ്റീജിലുണ്ട്. അപ്പൊ ഇവിടെ ആദ്യത്തെ 9 കാറ്റഗറി പ്രോഡക്റ്റുകൾ നമ്മുടെ ഹെൽത്ത് സപ്ലിമെന്റുകളും മറ്റുള്ളവ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകളുമാണ്. അതിൽ ഒന്നാമത്തതാണ് വെസ്റ്റീജ് പ്രൈം എന്നൊരു സെഗ്മെന്റിലെ പ്രോഡക്റ്റ്. ഈ വെസ്റ്റീജ് പ്രൈം സെഗ്മെന്റിലെ പ്രോഡക്റ്റുകൾ മറ്റുള്ള കമ്പനികൾക്കൊന്നും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിനോട് കിടപിടിക്കാൻ സാധിക്കാത്ത തരത്തിലാണ് നമ്മുടെ ഈ പ്രോഡക്റ്റുകളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്.
ഇതിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിൽ ഒന്നാമത്തെയാണ് കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ് അഥവാ CMD. ബെസ്റ്റ് സെല്ലർ പ്രോഡക്റ്റ് ആണ്. കഴിഞ്ഞ വർഷം മാത്രം നമ്മുടെ ഈ പ്രോഡക്റ്റിന് 52 കോടി രൂപയുടെ വിറ്റുവരവ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റില് എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അടങ്ങിയിട്ടുള്ള മിനറൽസ് ആണ്, അതല്ലെങ്കിൽ ധാതുക്കളാണ്. ധാതുക്കൾ മനുഷ്യ ശരീരത്തിൽ ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ 60ഓളം മിനറൽസ് വേണമെന്നാണ് കണക്കുകൾ. പക്ഷേ നമ്മുടെ ശരീരത്തിൽ നമുക്ക് എത്രത്തോളം മിനറൽസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 20-ൽ താഴെ മിനറൽസ് മാത്രമേ നമ്മുടെ ശരീരത്തിലുള്ളൂ. അത് കണക്കുകൾ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ബാക്കി മിനറൽസിന് എവിടെ പോകും? അവിടെയാണ് അമേരിക്കയിലുള്ള വലിയൊരു ഉപ്പ് തടാകമായിട്ടുള്ള ദ ഗ്രേറ്റ് സാൾട്ട് ലേക്ക് ഓഫ് ഉത്തയിലേക്ക് നമ്മൾ എത്തുന്നത്. അവിടെയുള്ള ഉപ്പ് തടാകത്തില് 90ഓളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഇതിനെ നാച്ചുറൽ ഇവാപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇതിനെ തയ്യാറാക്കി എടുക്കുന്നത്. 1 ലിറ്റർ കോൺസെൻട്രേറ്റഡ് മില്ലറ്റ് ഡ്രോപ്സ് ഉണ്ടാക്കാനായിട്ട് 2.5 വർഷം നീണ്ട പ്രോസസ്സാണ് അത് നടക്കുന്നത്. ഇത്തരത്തിൽ തയ്യാറാക്കി എടുക്കുന്നതിലൂടെ 84 ഹ്യൂമൻ ഗ്രേഡിലുള്ള മിനറൽസ് ആണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. ഇത് എത്തുക വഴി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന പോഷകങ്ങളെ അത് വഹിക്കുകയും അത് കോശങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള വാഹകരാണ് ഇന്ന് മിനറൽസ്. ട്രാൻസ്പോർട്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന പോഷകങ്ങളെ കൃത്യമായിട്ട് ആഗിരണം ചെയ്യാനും അത് കോശങ്ങളിലേക്ക് എത്തിക്കാനും നമ്മളെ സഹായിക്കുന്നത് ഈ മിനറൽസ് ആണ്. കൂടാതെ നമ്മുടെ കോശങ്ങളൊക്കെ നല്ല നറിഷായിട്ടിരിക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ പുറന്തള്ളാനും ഒക്കെ നമുക്ക് മിനറൽസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിന് മെറ്റാബോളിസം വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ സ്കിന്നും മസിൽസും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതിനും ഒക്കെ വളരെയധികം ആവശ്യമാണ് മിനറൽസ്. കൂടാതെ നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികത, അതായത് ആൽക്കലൈൻ സ്വഭാവം കൃത്യമായിട്ട് നിലനിർത്തുന്നതിനും മിനറൽസ് ആവശ്യമാണ്. ഇത്തരത്തില് ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ CMDക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ CMD നമുക്ക് വളരെ വളരെ ആവശ്യമുള്ള ഒരു സപ്ലിമെന്റ് ആണ്. 1 ലിറ്റർ വെള്ളത്തിൽ 7 ഡ്രോപ്പ് എന്ന കണക്കിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. 1 ലിറ്റർ നമുക്ക് ഒരു ദിവസം 3 ലിറ്റർ വെള്ളത്തിലായിട്ട് 21 ഡ്രോപ്പ് ആയിട്ട് ഇതിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിന് മെറ്റൽ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. മറ്റൊന്നാണ് അബ്സോർബിറ്റ് റെവല്യൂഷണറി സബ്ലിസ്പ്രേ ടെക്നോളജി. ഇവിടെ ഇതൊരു ടെക്നോളജിയാണ്. ഈ ഒരു ടെക്നോളജിക്ക് 20 വർഷത്തേക്ക് പേറ്റന്റ് കിട്ടിയ ഒരു കമ്പനിയാണ് നമ്മുടെ വെസ്റ്റേജ്. ഇതില് എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നാവിനടിയിലേക്ക് സ്പ്രേ ചെയ്യുക വഴി നാവിനടിയിലുള്ള ഞരമ്പുകൾ വളരെ വേഗം പോഷകങ്ങൾ ആഗിരണം ചെയ്യുകയും അതിന് 90% നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രത്യേകതയോടുകൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് സെഗ്മെന്റ് കൊണ്ടുവരുന്നത്. ഇന്ത്യയിലെ പോപ്പുലേഷന്റെ 75% ആൾക്കാർക്ക് മാൽന്യൂട്രീഷൻ ആണ്, അതായത് പോഷകാഹാരക്കുറവാണ്. ഇതിന് പരിഹാരം കാണാൻ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് സെഗ്മെന്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊന്നാമത്തെയാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ കുറവുണ്ടായാൽ രോഗപ്രതിരോധ ശേഷി കുറയും. നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വളരെ അത്യാവശ്യമാണ്. അതിന് നമ്മളെ സഹായിക്കാനായിട്ട് വൈറ്റമിൻ സി സബ്ലിംഗൽ സ്പ്രേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം, അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഊർജം, മസിൽസ് സ്ട്രോങ് ആവുക, എല്ലുകൾ സ്ട്രോങ് ആവുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ പോപ്പുലേഷന്റെ 5-ൽ ഒരാൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവാണ്. അപ്പൊ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി സബ്ലിംഗൽ സ്പ്രേ നമുക്ക് ഉപയോഗിക്കാം. മറ്റൊന്നാണ് വൈറ്റമിൻ B12 സബ്ലിംഗൽ സ്പ്രേ. നമ്മുടെ ശരീരത്തിലെ എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ എനർജി ഉത്പാദിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B12. ഇതിന്റെ കുറവുണ്ടായാൽ നമ്മുടെ ശരീരത്തിലെ എനർജി കുറയും, രക്തത്തിന്റെ ഉത്പാദനം കുറയും, രക്തത്തിന്റെ പ്രവാഹത്തിന് വേരിയേഷൻസ് സംഭവിക്കും, നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ബാധിക്കും. അപ്പൊ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വൈറ്റമിൻ B12 നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മറ്റൊന്നാണ് അബ്സോർബിറ്റ് ബയോട്ടിൻ സബ്ലിംഗൽ സ്പ്രേ. ബയോട്ടിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B7 ആണ്. നമ്മുടെ ശരീരം ഉത്പാദിപ്പിക്കില്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ വേണം ഈ പറയുന്ന ബയോട്ടിൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്താൻ. എങ്കിൽ മാത്രമേ കെരാട്ടിൻ എന്നൊരു പ്രോഡക്റ്റിന്റെ ഉത്പാദനം നടക്കുകയും അത് മുടികൊഴിച്ചിലിന് ഉണ്ടാവാതിരിക്കാൻ നമ്മളെ സഹായിക്കുകയുള്ളൂ. ഇന്ന് ഇന്ത്യയിലെ പോപ്പുലേഷനിൽ, അതായത് പ്രത്യേകിച്ച് 22-നും 25-നും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരിൽ മുടികൊഴിച്ചിൽ വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. മുടികൊഴിച്ചിലിന്റെ 3-ാം സ്റ്റേജിലാണ് മെജോറിറ്റി ആൾക്കാർ. അപ്പൊ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നമുക്ക് ബയോട്ടിക് സബ്ലിംഗൽ സ്പ്രേ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. മറ്റൊന്നാണ് ഇന്ത്യയിലെ പോപ്പുലേഷനിൽ അഡൽട്ടിൽ പ്രായപൂർത്തിയായവരിൽ നടത്തിയ പഠനങ്ങളിൽ 43% ആൾക്കാർക്കും ഉറക്കക്കുറവുണ്ട് എന്നുള്ളതാണ്. ഈ ഉറക്കക്കുറവിന് പല കാരണങ്ങളുണ്ട്. പല മെഡിസിൻസ് കഴിക്കുന്നത് കൊണ്ട് സംഭവിക്കാറുണ്ട്, ഡിപ്രഷൻ മൂലമുണ്ട്, അതുപോലെ ഒരുപാട് നേരം മൊബൈൽ ടിവിയുടെ ഉപയോഗം മൂലമുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ഉറക്കക്കുറവ് ഉണ്ടാവാറുണ്ട്. നല്ല ഉറക്കം കിട്ടാൻ അബ്സോർബിറ്റ് മെലാറ്റോണിൻ സബ്ലിംഗൽ സ്പ്രേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മെലാറ്റോണിൻ എന്ന് പറയുന്നത് തലച്ചോറ് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. ഇതിന്റെ കുറവ് മൂലമാണ് ഉറക്കക്കുറവ് ഉണ്ടാവുന്നത്. അത് പരിഹരിക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മൾ ഈ ഉറക്ക ഗുളിയൊക്കെ കഴിക്കുമ്പോൾ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഹാബിച്ചലാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഈ പ്രോഡക്റ്റിന് അങ്ങനെ ഹാബിച്ചലാവുന്ന പ്രശ്നങ്ങളോ സൈഡ് എഫക്റ്റുകളോ ഒന്നും ഇല്ലാത്തതാണ്. തീർച്ചയായിട്ടും നമുക്കത് ഉപയോഗിക്കാനായിട്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്.
മറ്റേതാണ് എനർജി ബൂസ്റ്റർ. ഇതിന് 10 വർഷത്തേക്ക് പേറ്റന്റ് കിട്ടിയ ഒരു കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ്. ഇതില് അശ്വഗന്ധ, നീർഗന്ധ, നീർ അശ്വഗന്ധ, സർപ്പഗന്ധ, നീർമരുത്, താന്ത്രിക, കടുക്ക തുടങ്ങിയ നിരവധി ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആയുർവേദിക് ഘടകങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനകത്ത് അശ്വഗന്ധ 400 മില്ലിഗ്രാമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് പുരുഷന്മാരില് ആൻസൈറ്റി, ഡിപ്രഷനൊക്കെ കുറയ്ക്കാൻ നമ്മൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഈ ആൻസൈറ്റി, ഡിപ്രഷൻ മൂലം ഉണ്ടാകുന്ന സെറം കോർട്ടിസോളിന്റെ ലെവലിനെ കുറച്ച് പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്ററിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എനർജി ബൂസ്റ്റർ. അത് പുരുഷന്മാരിലെ എനർജി, സ്റ്റാമിനയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും, നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത് ഒരു ഗുളിക ദിവസവും ഉപയോഗിക്കുക. അത് രാത്രിയിൽ പാലിനോടൊപ്പം ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. 90 ഡേയ്സ് എങ്കിലും ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് ബെറ്റർ ആയിട്ട് കിട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റേതാണ് ക്രിൽ ഓയിൽ. ക്രിൽ എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ, ആർട്ടിക് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഫിഷ് ആണ്. അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിലാണ് ക്രിൽ ഓയിൽ. ഈ ക്രിൽ ഓയിലിന് സാധാ ഫിഷ് ഓയിലിന് വളരെ ഡിഫറെന്റ് ആണ്. കാരണം ഇതിന് സ്മെല്ലൊന്നും വരില്ല. മാത്രമല്ല ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഹെൽത്തിന് വളരെ ഗുണം ചെയ്യും. പ്രധാനമായിട്ട് ഹൃദയത്തിന് ആരോഗ്യം സംരക്ഷിക്കാൻ ബെറ്റർ ആണ്. കൂടാതെ നമ്മുടെ തലച്ചോറിന്റെ ഡെവലപ്മെന്റ്സിനൊക്കെ ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഹെൽത്ത് ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ വളരെ നരിഷായിട്ടിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പൊ ഇത്തരത്തില് ക്രിൽ ഓയിലിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ദ്രാവകങ്ങളുണ്ട്, ഫ്ലൂയിഡ്സ് ഉണ്ട്. ഇതൊക്കെ ഡെവലപ്പ് ആവാനെ നമ്മളെ സഹായിക്കുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കൂടിയാണ് ക്രിൽ ഓയിൽ. സീബെക്തോൺ എന്നുള്ളത് മറ്റൊരു സപ്ലിമെന്റ് ആണ്. സീബെക്തോണിനെ നമുക്ക് വണ്ടർബെറി, സമുദ്രക്കനി എന്നൊക്കെ മറ്റു പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. തണുപ്പുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ്. ബെറി വംശത്തിലുള്ള ഫ്രൂട്ടിന്റെ എക്സ്ട്രാക്ട് ആണ് ഈ സീബെക്തോൺ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള 190ഓളം പോഷകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇതിന്റെ റെഗുലർ ആയിട്ടുള്ള യൂസ് ചെയ്യുന്നത് കൊണ്ട് തല മുതൽ കാല് വരെയുള്ള നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൂടിയാണ് സീബെക്തോൺ. BP, കൊളസ്ട്രോൾ, അൾസർ, ഡയബറ്റിക്സ് തുടങ്ങി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൂടിയാണ് സീബെക്തോൺ. മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് ആണ്. അത് സോഫ്റ്റ് ആയിട്ടിരിക്കും. അതിൽ 10-ലധികം വിറ്റാമിൻസ്, മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ പാക്കറ്റുകളാണ്. ഇത് നമ്മുടെ യാത്രാവേളയിലോ ജോലി സമയത്തൊക്കെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനെ തയ്യാറാക്കിയിട്ടുള്ളത്. മറ്റേതാണ് കോംബയോട്ടിക്സ്. ഇതിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ക്യാപ്സൂളിന്റെ ഉള്ളിൽ മറ്റൊരു ക്യാപ്സൂൾ എന്ന രീതിയിൽ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് വെസ്റ്റീജ് ആണ്. ഉള്ളിലെ ക്യാപ്സൂളിനകത്ത് പ്രോബയോട്ടിക് ബാക്ടീരിയസ് ആണ് ഉള്ളത്. അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല ദഹനം ഉണ്ടാകാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന നല്ല ബാക്ടീരിയസ് ആണ് പ്രോബയോട്ടിക് ബാക്ടീരിയസ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് കൊണ്ട്, ജീവിത രീതി കൊണ്ടും ഒക്കെ, ഭക്ഷണ രീതി കൊണ്ടും ഒക്കെ ഈ പറയുന്ന പ്രോബയോട്ടിക് ബാക്ടീരിയസ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരുന്നത് മൂലമാണ് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതിന് പരിഹാരം കാണാൻ കോംബയോട്ടിക്സ് നമുക്ക് യൂസ് ചെയ്യാം. പുറമേയുള്ള ക്യാപ്സൂളിനകത്ത് ധാരാളമായിട്ട് വിറ്റാമിൻസും മിനറൽസും അതുപോലെ തന്നെ ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഈ പ്രോബയോട്ടിക് ബാക്ടീരിയസ് ജീവിക്കണമെങ്കിൽ ഫൈബർ ആവശ്യമാണ്. അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പുറമേയുള്ള ക്യാപ്സൂളിനകത്ത് ഇത്രയും ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾ, വയറ് പൊളിച്ചു തകട്ടല്, വയറ് പെരുകുക, ഗ്യാസ് ഉണ്ടാവുക, ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് കോംബയോട്ടിക്സ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു സെഗ്മെന്റ് ഉണ്ട്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി മനുഷ്യനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് സെഗ്മെന്റിലെ പ്രോഡക്റ്റുകൾ. അവിടെ ഒന്നാമത്തെ പ്രോഡക്റ്റ് ആണ് ബെസ്റ്റ് സെല്ലർ പ്രോഡക്റ്റ് ആണ്. അപ്പോ ഇവിടെ സ്പിരുലിന എന്ന് പറയുന്നത് ഒരു കടൽപ്പായലാണ്, ആൽഗയാണ്. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു, ശരീരത്തിൽ ഊർജ്ജം പ്രദാനം ചെയ്യുന്നു. മാത്രമല്ല മസിൽസ് വളരെ സ്ട്രോങ് ആവാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകളൊക്കെ കൊണ്ട് തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതൊരു സൂപ്പർ ഫുഡായിട്ട് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്ലറ്റുകൾ, ആർമിയിലുള്ളവർ, അതുപോലെ നമ്മുടെ ബഹിരാകാശയാത്രികരുടെ, ഇവരുടെയൊക്കെ ഭക്ഷണത്തിന്റെ ഭാഗമാണ് ഇന്ന് സ്പിരുലിന. അപ്പോൾ പഴങ്ങളിലും പച്ചക്കറിയിലും പാലിലും ഒക്കെ അടങ്ങിയതിനേക്കാൾ 10 മടങ്ങധികം വിറ്റാമിൻസും മിനറൽസും പ്രോട്ടീൻസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് കൂടിയാണ് ഇന്ന് സ്പിരുലിന. മറ്റേതാണ് നോനി. ബെസ്റ്റ് സെല്ലർ പ്രോഡക്റ്റ് ആണ്. ഇതിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളൊക്കെ ഇല്ലാതാക്കി, രോഗാവസ്ഥകളൊക്കെ മാറ്റി, രോഗം മൂലമുണ്ടായ നമുക്ക് ശരീരത്തിനുണ്ടായ കേടുപാടുകളൊക്കെ മാറ്റി ശരീരത്തിനെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നോനി.
ഇതിന് ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഇതിന് സൂപ്പർ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെയൊക്കെ ഒഴിവാക്കാനും ശരീരത്തിലെ കോശങ്ങൾക്കുള്ളിൽ കൂടുതൽ എനർജി പ്രൊഡക്ഷൻ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കും. ടൈപ്പ് 2 ഡയബറ്റിക്സിനെയൊക്കെ കൺട്രോൾ ആക്കാൻ നമുക്ക് നോനി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ശരീരത്തിലെ എനർജി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. മാത്രമല്ല ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ്, അലർജീസിന് പരിഹാരം കൂടിയാണ്. കറ്റാർവാഴ അഥവാ അലോവേര ഇത് ഒരു ക്ലിനിക്കലി പ്രൂവൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഈ ക്ലിനിക്കലി പ്രൂവൻ എന്നൊക്കെ പറയുന്നതെല്ലാം ICMR പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോ ഈ കറ്റാർവാഴയിൽ 200ഓളം മനുഷ്യന് ആവശ്യമായിട്ടുള്ള 200ഓളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുക വഴി നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കൂടുക മാത്രമല്ല, ശരീരത്തിലെ ബ്ലഡിന്റെ pH ലെവൽ നിലനിർത്താൻ സാധിക്കും, സ്കിന്നിന്റെ ഈർപ്പം നിലനിർത്താൻ സാധിക്കും, ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അതുപോലെ വെയിറ്റ് മാനേജ്മെന്റിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. മറ്റേതാണ് കൊളസ്ട്രം. പശു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 6 മണിക്കൂറുള്ളിൽ കളക്ട് ചെയ്യുന്ന മഞ്ഞപ്പാലാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. ഈ കൊളസ്ട്രോൾ ഉപയോഗിക്കുക വഴി നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല മസിലുകളും എല്ലുകളും ഒക്കെ സ്ട്രോങ് ആവാൻ സഹായിക്കുന്നുണ്ട്. ദഹനം ഈസി ആയിട്ട് നടക്കാനും ആഗിരണം കൂടുതലായിട്ട് നടക്കാൻ സഹായിക്കും. അലർജികളോ നീർക്കെട്ടോ ശരീരത്തിന് വേദന ഉണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് കൊളസ്ട്രോൾ നമുക്ക് യൂസ് ചെയ്യാം. മറ്റൊന്നാണ് നെല്ലിക്ക. വൈറ്റമിൻ സിയുടെ വലിയ കലവറയാണ്. അഥവാ ആംല. ആംലയില് വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശേഷി വളരെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. കൂടാതെ സ്ട്രോങ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകളും ആന്റി ഏജിംഗ് പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളൊക്കെ നല്ല നരിശായിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ക്ലിനിക്കലി പ്രൂവൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. പ്രോ ഹാർട്ട് എന്ന സെഗ്മെന്റിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് ഫ്ലാക്സ് ഓയിൽ. ബെസ്റ്റ് സെല്ലർ പ്രോഡക്റ്റ് ആണ്, ക്ലിനിക്കലി പ്രൂവൻ ആണ്. omega-3, omega-6 പോലുള്ള ഫാറ്റി ആസിഡിന്റെ വലിയൊരു കലവറയാണ് ഫ്ലാക്സ് ഓയിൽ. ഫ്ലാക്സ് എന്ന് പറഞ്ഞാൽ ചണവിത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ഫ്ലാക്സ് ഓയിൽ. നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ നിലനിർത്തി നല്ല കൊളസ്ട്രോളിനെ നിലനിർത്താൻ സഹായിക്കുക വഴി ഹൃദയത്തിന്റെ ആരോഗ്യം മികച്ച രീതിയിലേക്ക് എത്തിക്കാൻ സഹായിക്കും. രക്തക്കുഴലുകളിലെ കടിഞ്ഞുകൂടിയിട്ടുള്ള പ്ലാക്കിനെ കൊഴുപ്പിനെ കരിയിച്ച് കളയാൻ സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. 30 വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും നമ്മൾ ഫ്ലാക്സ് ഓയിൽ സജസ്റ്റ് ചെയ്യണം. അത്തരത്തില് നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും പലയിടത്തായിട്ടൊക്കെ ബ്ലോക്കുകൾ സംഭവിക്കാറുണ്ട്. ഇതിനെയൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ഫ്ലാക്സ് ഓയിൽ. മറ്റൊന്നാണ് കോഎൻസൈം ക്യൂട്ടൻ അഥവാ കോക്യൂട്ടൻ. ഇതൊരു വൈറ്റമിൻ തന്നെയാണ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കുള്ളിൽ മൈറ്റോകോൺഡ്രിയ എനർജി പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ആ എനർജി പ്രൊഡക്ഷൻസ് ഉണ്ടാവാൻ സഹായിക്കുന്ന ഒന്നാണ് കോഎൻസൈം ക്യൂട്ടൻ. നമ്മുടെ ശരീരത്തിലെ പ്രധാനമായിട്ട് ഹൃദയത്തിന്റെ മസിലുകൾക്ക് വളരെയധികം ഊർജ്ജം ആവശ്യമാണ്. ആ ഊർജ്ജം പ്രദാനം ചെയ്യാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് കോഎൻസൈം ക്യൂട്ടൻ. ഒരു 40 വയസ്സ് കഴിഞ്ഞ വ്യക്തികളിൽ കോഎൻസൈം ക്യൂട്ടന്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കും. അതിന് പരിഹാരമായിട്ട് നമുക്ക് കോഎൻസൈം ക്യൂട്ടൻ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. മറ്റൊന്നാണ് എലാർജിനിൻ. ഇതൊരു അമിനോ ആസിഡ് ആണ്. നമ്മുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ നിലനിർത്തി ചീത്ത കൊളസ്ട്രോൾ ഇല്ലായ്മ ചെയ്യാൻ സഹായിക്കുന്നു. മാത്രമല്ല നൈട്രിക് ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ രക്തക്കുഴലുകളൊക്കെ റിലാക്സഡ് ആവാനും നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും അത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ B3, B6, B12 പോലെയുള്ള വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ രക്തത്തിന്റെ ഉൽപാദനം കൂട്ടാനും രക്തത്തിന്റെ പ്രവാഹം കൃത്യമായിട്ട് നിയന്ത്രിക്കാനും ഞരമ്പുകളുടെ ആരോഗ്യം കൃത്യമായിട്ട് നിലനിർത്താനും ഞരമ്പുകളിലുണ്ടാവുന്ന സ്റ്റിഫ്നെസ് മാറ്റി വീണ്ടും ഇലാസ്തികത ഉള്ളതാക്കി മാറ്റാനും ഒക്കെ നമ്മളെ സഹായിക്കും. കൂടാതെ വൈറ്റമിൻ K2 ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ K2 നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് മാത്രമല്ല കാൽസ്യം അടിഞ്ഞു കൂടിയിട്ട് ബ്ലോക്കുകൾ സംഭവിക്കാറുണ്ട്. അത്തരത്തിലുള്ള ബ്ലോക്കിനെ അലിയിച്ച് കളയാൻ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ K2. അത്തരത്തില് വളരെയധികം പ്രത്യേകത ഉള്ളതാണ് എലാർജിനിൻ. ഇതിന്റെ കണ്ടെത്തലിന് നൊബേൽ സമ്മാനം വരെ നേടിയിട്ടുള്ളതാണ്. മറ്റൊരു സെഗ്മെന്റ് ആണ് ജോയിന്റ്സ് ആൻഡ് ബോൺ ഹെൽത്ത് സെഗ്മെന്റ്. നമ്മുടെ ശരീരത്തിലെ അസ്ഥികളും അതുപോലെ തന്നെ ജോയിന്റുകൾക്കും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പ്രോഡക്റ്റ് സെഗ്മെന്റ് ആണ്. അതിലൊന്നാമത്തെയാണ് കാൽസ്യം. ബെസ്റ്റ് സെല്ലർ പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ശരീരത്തിലെ ബോൺ ഡെൻസിറ്റി കുറയുന്നത് മൂലമാണ് എല്ലുകളും പല്ലുകളും പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ടാവുക, അല്ലെങ്കിൽ ഓസ്റ്റിയോഫോറോസിസ് അഥവാ അമ്മോപതം പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുന്നത്. ഇതിന് പരിഹാരമാണ് നമുക്ക് കാൽസ്യം ഉപയോഗിക്കാൻ പറ്റുന്നത്. മറ്റൊന്നാണ് ഗ്ലൂക്കോസമിൻ. നമ്മുടെ ശരീരത്തിലെ എല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാൻ എല്ലുകൾക്കിടയിൽ തരുണാസികളുണ്ട്. ഈ തരുണാസികൾ ഉണ്ടായിട്ടുള്ളത് ഗ്ലൂക്കോസമിൻ എന്ന് പറയുന്ന ഒരു പോഷകം കൂടെ ചേർന്നിട്ടാണ്. ഇതിന്റെ അളവ് കുറയുന്നത് മൂലം നമ്മുടെ ശരീരത്തിലെ തരുണാസികൾക്ക് കേടുപാടുകൾ സംഭവിക്കും. സൈനോവിയൽ ഫ്ലൂയിഡ് എല്ലുകൾക്കിടയിലുള്ള ഫ്ലൂയിഡിന്റെ അളവ് കുറയാനായിട്ട് ഇത് കാരണമാകാറുണ്ട്. ഇത് പരിഹരിക്കാൻ നമുക്ക് ഗ്ലൂക്കോസമിൻ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിലൂടെ നമുക്ക് സൈനോവിയൽ ഫ്ലൂയിഡിന്റെ അളവ് വർദ്ധിപ്പിക്കാനും അതുപോലെ നമ്മുടെ തരുണാസികൾക്കുണ്ടായിട്ടുള്ള കാർട്ടിലേജിനുണ്ടായിട്ടുള്ള കേടുപാടുകളൊക്കെ മാറ്റി വീണ്ടും അതിനെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. മാത്രമല്ല നീർക്കെട്ട്, വേദന ഇതിനൊക്കെ പരിഹാരം കൂടെയാണ് നമുക്ക് ഗ്ലൂക്കോസമിൻ. വെജ് കൊളാജൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വെജിറ്റേറിയൻ കൊളാജൻ ലോഞ്ച് ചെയ്യുന്നത് വെസ്റ്റിജ് ആണ്. ഇതിന് വലിയൊരു പ്രത്യേകതയുണ്ട്. സാധാരണ കൊളാജനെക്കാട്ടിലും 67% വളരെ എഫക്റ്റീവായിട്ട്
ഇത് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ വെജ് കൊളാജനിനകത്ത് സസ്യങ്ങളിൽ നിന്ന് പൊളിപ്പിക്കൽ പ്രക്രിയയിലൂടെ തയ്യാറാക്കി എടുക്കുന്നതാണ് നമ്മുടെ കൊളാജൻ. ഇതിനകത്ത് വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ചില അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അപ്പൊ ഈ കൊളാജൻ ഉപയോഗിക്കുന്ന വഴി നമ്മുടെ സ്കിൻ വളരെ ഹെൽത്തി ആയിട്ടിരിക്കാനും വളരെ ചെറുപ്പമാവാനും ഒക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട്. സ്കിന്നിന് ഉണ്ടാവുന്ന ഡാമേജസ് ഒക്കെ മാറ്റി വളരെ ഹെൽത്തി ആയിട്ട് സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വെജ് കൊളാജൻ ഉപയോഗിക്കുന്നതിൽ സാധിക്കും. മസിലുകളുടെ ഡെവലപ്മെന്റ്സിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സന്ധികളിൽ ഉണ്ടാവുന്ന മസിൽസിനൊക്കെ വളരെ സ്ട്രോങ് ആവാൻ നമ്മളെ സഹായിക്കും. ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ എല്ലുകളുടെ ഗ്രോത്തിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കൊളാജൻ. അപ്പൊ ഇത്തരത്തില് നമുക്ക് വെജ് കൊളാജൻ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. വളരെ നല്ലൊരു പ്രൊഡക്റ്റ് കൂടിയാണ്. ഫിറ്റ്നസ് പ്ലസ് ഡയറ്റ് കാറ്റഗറിയിലായിട്ട് ശരീരത്തിന്റെ വെയിറ്റ് മാനേജ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ഫിറ്റ്നസ് പ്ലസ് ഡയറ്റ് കാറ്റഗറിയിലായിട്ട് നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് പ്രോട്ടീൻ പൗഡർ. പ്രോട്ടീൻ പൗഡർ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് 80% സോയയിൽ നിന്നും 20% വേ പ്രോട്ടീനിൽ നിന്നുമാണ്. ഇത് നമുക്ക് ഒരു സെർവിങ്ങിലൂടെ 8 ഗ്രാമാണ് പ്രോട്ടീൻ പൗഡർ ഇതിനകത്തൂടെ കിട്ടുക. ശരീരത്തിലെ കോശങ്ങളുടെ വളർച്ചയ്ക്കും പുതിയ കോശങ്ങൾ ഉണ്ടാവാനും ഒക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ് പ്രോട്ടീൻ. അതുപോലെ ശരീരത്തിന്റെ കൂടുതൽ ദ്രാവകങ്ങൾ ഉണ്ടാവാനും ഒക്കെ നമുക്ക് ഇത് ആവശ്യമാണ്. ശരീരത്തിനുണ്ടാകുന്ന കേടുപാടുകളൊക്കെ മാറാനും ശരീരത്തിനെ വീണ്ടും കാര്യക്ഷമമായ രീതിയിലേക്ക് എത്തിക്കാനൊക്കെ പ്രോട്ടീൻ വളരെ ആവശ്യമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. അത് തരാനായിട്ട് നമുക്ക് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒന്നാണ്. ഇനി മറ്റൊന്നാണ് വെസ്ലിൻ ക്യാപ്സൂൾസ്. വെസ്ലിൻ ക്യാപ്സൂൾസ് വെയിറ്റ് മാനേജ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഇതിൽ ഒപ്പൻഷ്യോ എന്ന് പറയുന്നത് കൾമുൾച്ചെടിയുടെ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുണ്ട്. അത് ഒരുപാട് നേരത്തേക്ക് നമുക്ക് വിശപ്പുണ്ടാവാതിരിക്കാൻ നമ്മളെ സഹായിക്കും. കൂടാതെ കുടംപുളിയുടെ എക്സ്ട്രാക്ട് ഉണ്ട്, അതുപോലെ പനിക്കൂർക്കയുടെ എക്സ്ട്രാക്ട് ഉണ്ട്. അങ്ങനെ തുടങ്ങി നിരവധി ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ എനർജി ആക്കി തരാനും ഫാറ്റിനെ കുറയ്ക്കാനും ഫാറ്റ് ഉണ്ടാകുന്ന എൻസൈംസിന് ഇല്ലായ്മ ചെയ്യാനും ഒക്കെ ഇത് നമ്മളെ വളരെയധികം സഹായിക്കും. വെയിറ്റ് മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് വെസ്ലിൻ ക്യാപ്സൂൾസ്. ഭക്ഷണം കഴിക്കുന്നതിന് ഒരു 45 മിനിറ്റ് മുമ്പ് നമ്മൾ വെസ്ലിൻ ക്യാപ്സൂൾസ് കഴിക്കുക. ഇത് നമ്മുടെ ശരീരത്തിന് നല്ലൊരു മെറ്റാബോളിസം ഉണ്ടാകാനും ഒരുപാട് നേരത്തേക്ക് വിശപ്പുണ്ടാവാതിരിക്കാനും അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ എനർജിയാക്കി തരാനൊക്കെ സഹായിക്കുന്നുണ്ട്. ശരീരത്തിന്റെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. വെസ്ലിൻ ഷേക്ക് ലോ ഗ്ലൈസമിക് ഇൻഡെക്സിൽപ്പെട്ട ഒരു സമീകൃത ആഹാരമാണ്. ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭക്ഷണം ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കുന്നില്ല. കാരണം നമ്മുടെ വെസ്ലിൻ ഷേക്കിനകത്ത് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഫാറ്റും ആഡ് ചെയ്തിട്ടില്ല. ഇതിനകത്തുള്ളത് ധാരാളമായിട്ട് ഫൈബർ ഉണ്ട്, ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, 20-ലധികം വിറ്റാമിൻസ് മിനറൽസ് അടങ്ങിയിട്ടുണ്ട്, ധാരാളമായിട്ട് അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സമീകൃത ആഹാരമാണ്. രാത്രിയിലെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് നമുക്ക് വെസ്ലിൻ ഷേക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. മാംഗോ അതുപോലെ തന്നെ പുതിയൊരു ഫ്ലേവറും കൂടെ നമുക്ക് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഡച്ച് ചോക്ലേറ്റ്. 5 ഫ്ലേവറുകളിൽ നമുക്കിത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിന് 300 ml പാലിലോ 300 ml വെള്ളത്തിലോ 3 സ്കൂപ്പ് നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വാങ്ങിക്കാം. അത് 3 സ്കൂപ്പ് ഇതിനകത്ത് മിക്സ് ചെയ്ത് 300 ml പാലിലോ 300 ml വെള്ളത്തിലോ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഇനി പാല് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് വെസ്ലിൻ ഷേക്ക് മിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതും ലോ ഗ്ലൈസമിക് ഇൻഡെക്സിൽ ഒന്നാണ്. ഷുഗർ ഫ്രീ ആണ്. ഇതിന് ഷുഗർ അടങ്ങിയിട്ടില്ല. അതുപോലെ വൈറ്റമിൻ D2 കാൽഷ്യം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സെർവിംഗിൽ 10.8 ഗ്രാം പ്രോട്ടീൻ എക്സ്ട്രാ കിട്ടുന്നതാണ്. അപ്പോൾ പാലിന് പകരമായിട്ട് 300 ml വെള്ളത്തിൽ 3 സ്കൂപ്പ് വെസ്ലിൻ ഷേക്ക് മിക്സും 3 സ്കൂപ്പ് വെസ്ലിൻ ഷേക്കും കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു നേരത്തെ സമീകൃത ആഹാരമാണ്. നിങ്ങൾക്ക് ഡയറ്റ് മാനേജ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ വെയിറ്റ് മാനേജ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ചായ കുടിക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ചായ മാറ്റിയിട്ട് ഈ ഒരു ചായ പരീക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചായ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനകത്ത് കുടംപുളിയുടെ എക്സ്ട്രാക്ട് ഉണ്ട്, അതുപോലെ ഗ്രീൻ ടീയുടെയും ഗ്രീൻ കോഫി ബീൻസിന്റെ എക്സ്ട്രാക്ട് ആണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഈ ഒരു ചായ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന്റെ മെറ്റാബോളിസം കൃത്യമാവാൻ നമ്മളെ സഹായിക്കും. വിസറൽ ഫാറ്റിനെ എനർജി ആക്കി തരാൻ സഹായിക്കും. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിന്റെ അബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നല്ല ചായയാണ് വെസ്ലിൻ ടീ. വെസ്ലിൻ എനർജി ഡ്രിങ്ക് മിക്സ് നമുക്ക് ഇപ്പൊ 5 ഫ്ലേവർ അവൈലബിൾ ആണ്. കാശ്മീരി കോവ എല്ലാം കൂടെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിനകത്ത് ഓറഞ്ച് പിക്കോയി എന്നൊരു എക്സ്ട്രാക്ട് ഉണ്ട്. അതുപോലെ ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊഫീൻ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം പ്രദാനം ചെയ്യാൻ നമ്മളെ സഹായിക്കും. വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ ഉന്മേഷവാനാകാൻ സഹായിക്കുന്ന ഒരു എനർജി ഡ്രിങ്ക് ആണ് വെസ്ലിൻ എനർജി ഡ്രിങ്ക് മിക്സ്. വെസ്ലിൻ പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ
ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവർക്കും വേണ്ടുന്ന രീതിയിലാണ് ഇതിന് തയ്യാറാക്കിയിട്ട് ദിവസം മുകളിലേക്കുള്ള എല്ലാവർക്കും വീട്ടിലുള്ള അച്ഛൻ അമ്മ കുട്ടികൾ എന്ന രീതിയിൽ പ്രായമായവർ ഇവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ബേസിക്കലി പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനകത്ത് പ്രോട്ടീൻ കണ്ടന്റ് കുറവാണ്, 5 ഗ്രാമാണ്. 12 ദിവസത്തെ മുകളിലേക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മുൻപേ പറഞ്ഞ പ്രോട്ടീൻ അതേ പ്രത്യേകതകൾ തന്നെയാണ് ഇതിനകത്തുള്ളത്, പക്ഷേ പ്രോട്ടീൻ കണ്ടന്റ് കുറച്ചുകൂടെ കുറവായിരിക്കും എന്ന് മാത്രം. വെസ്ലിൻ സെൽ പവർ എന്നുള്ളത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റ് ആണ്, കഴിഞ്ഞ മാസം നമുക്ക് ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റ് ആണ്. പേര് പോലെ തന്നെ നമ്മുടെ കോശങ്ങൾക്കുള്ളിലെ കൂടുതലായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വെസ്ലിൻ സെൽ പവർ. ഇതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെ ഒഴിവാക്കിയിട്ട് കോശങ്ങൾക്കുള്ളിലേക്ക് കൂടുതലായിട്ട് പോഷകങ്ങളെ ആഗിരണം ചെയ്യാൻ ഇതിനുള്ളിൽ തന്നെ അലോവേര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ കോശങ്ങൾക്കുള്ളിലേക്ക് ധാരാളമായിട്ട് പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇതുവഴി കോശങ്ങൾക്കുള്ളിൽ കൂടുതലായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. ഇത് നമ്മുടെ സ്കിന്നിന് വളരെയധികം ഹെൽത്ത് കൊടുക്കുകയും നമുക്ക് സ്കിൻ ഏജിങ് ആവുന്നതിനെ കുറയ്ക്കാൻ സഹായിക്കും. മാത്രമല്ല നമ്മുടെ ഡയറ്റിന്റെ ഒരു നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റിന്റെ ഒരു ഭാഗമായിട്ടും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കോശങ്ങൾക്കുള്ളിൽ കൃത്യമായിട്ടുള്ള പ്രൊഡക്ഷൻ, എനർജി പ്രൊഡക്ഷൻ നടക്കുക വഴി നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഫാറ്റിനെയും അതുപോലെ തന്നെ ഗ്ലൂക്കോസിനെയൊക്കെ കൃത്യമായിട്ട് നമുക്ക് എനർജി ആക്കി തരാൻ സാധിക്കുന്നതുകൊണ്ടാണ് വെയിറ്റ് മാനേജ്മെന്റ് സെഗ്മെന്റിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. മറ്റൊന്നാണ് വെസ്ലിൻ സെല്ലുലീൻ. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കോൺസിൽക്ക് ആണ്. നമ്മുടെ ചോളത്തിൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കോൺസിൽക്ക് എന്നുള്ളത്. ഈ കോൺസിൽക്കിന്റെ എക്സ്ട്രാക്ട് ആണ് നമ്മുടെ വെസ്ലിൻ സെല്ലുലീനകത്തുള്ളത്. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന വഴി നമ്മുടെ ശരീരത്തിൽ നോർമലി 60% വെള്ളമാണ്. പക്ഷേ ഒബേസിറ്റി ഉള്ള ആൾക്കാരിൽ, പൊണ്ണത്തടിയുള്ള ആൾക്കാരിൽ അത് 70-75% വരെ വെള്ളത്തിന്റെ കണ്ടന്റ് പോകാറുണ്ട്. അതിന് പല റീസൺസ് ഉണ്ട്. അവർ ഒരുപാടായിട്ട് സോഡിയം ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് സംഭവിക്കാറുണ്ട്. ശരീരത്തിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ കിഡ്നിക്ക് അത്രയും വെള്ളത്തിന് പ്രോസസ്സിങ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടുണ്ട്. അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും ഇത് സംഭവിക്കാറുണ്ട്. ഇപ്പോഴത്തെ വെള്ളത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ വെയിറ്റ് മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ശരീരത്തിൽ എക്സസ് ആയിട്ടുള്ള വെള്ളത്തിനെ ആരോഗ്യപരമായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ സഹായിക്കാനായിട്ട് വെസ്ലിൻ സെല്ലുലീൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ടുള്ള വെള്ളത്തിനെ പുറമേ കളയുക മാത്രമല്ല, കിഡ്നിയുടെ ഫംഗ്ഷനിങ് സ്മൂത്ത് ആവാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് വളരെ ഹെൽത്തി ആവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് വെസ്ലിൻ സെല്ലുലിൻ. ഇത് വെയിറ്റ് മാനേജ്മെന്റ് സെഗ്മെന്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. ഗ്ലൈസമിക് ഹെൽത്ത് സെഗ്മെന്റിൽ നമുക്ക് 2 പ്രോഡക്റ്റുകളുണ്ട്. ഒന്ന് നീമാണ്, ആര്യവേപ്പിന്റെ എക്സ്ട്രാക്ട് ആണ്. ശരീരത്തിന്റെ ഉണ്ടാവുന്ന ഗ്ലൈസമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഡയബറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നീം. ഗ്ലൂക്കോസിന്റെ ലെവലിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ സഹായിക്കും. ഡയബറ്റിക് പ്രീ ഡയബറ്റിക് ആളുകൾക്കും തീർച്ചയായിട്ടും നീം ഉപയോഗിക്കാം. തൊണ്ടവേദന പോലുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾക്കും ഒക്കെ നീം സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് കൂടിയാണ്. അതുപോലെ ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ശരീരത്തിനുണ്ടെങ്കിൽ അത് പരിഹാരമായിട്ട് നീം യൂസ് ചെയ്യാം. സ്റ്റിവിയ എന്ന് പറഞ്ഞാൽ മധുര തുളസിയിൽ നിന്ന് എടുക്കുന്ന ഒരു സ്വീറ്റ്നറാണ്. പഞ്ചസാരയെക്കാളും മധുരം തരാൻ സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പ്രീ ഡയബറ്റിലുള്ള ആളുകൾക്കൊക്കെ മധുരത്തിന് പകരമായിട്ട് സ്റ്റിവിയ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഡീറ്റോക്സ് ആൻഡ് റിജുവനേഷൻ സെഗ്മെന്റ് നമ്മുടെ ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെയൊക്കെ പുറന്തള്ളുകയും അതുപോലെ തന്നെ ശരീരത്തിനുണ്ടായ കേടുപാടുകളൊക്കെ മാറ്റി ശരീരത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റ് സെഗ്മെന്റ് ആണ്. അതിലൊന്നാമത്തെയാണ് ഫൈബർ അഥവാ നാരുകൾ. ഈ ഫൈബർ നമ്മുടെ ശരീരത്തിലെ ദഹനത്തെ വളരെയധികം സഹായിക്കും. ഇൻസോളിബിളും ഉണ്ട്, സോളിബിളും ഉണ്ട്. 2 തരത്തിൽ ഫൈബർ അവൈലബിൾ ആണ്. അപ്പോൾ സോളിബിൾ ഫൈബർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അലിയുന്നതാണ്. ഇൻസോളിബിൾ ഫൈബർ വെള്ളത്തിൽ ലയിച്ചിട്ട് ജെല്ല് പോലെ ആകുന്ന തരത്തിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫൈബർ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുക വഴി നമ്മുടെ ദഹനം നല്ല രീതിയിലാകാനും ദഹനാവസ്ഥയിലുള്ള പദാർത്ഥങ്ങളെയൊക്കെ മൂവ് ചെയ്യാനും സഹായിക്കുന്നു. കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഫൈബർ. ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. കുർക്കുമിൻ പ്ലസ്. കുർക്കുമിൻ എന്ന് പറഞ്ഞാൽ മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ്. മഞ്ഞളിൽ നിരവധിയായിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒന്നാണ് കുർക്കുമിൻ പ്ലസ്. നമ്മുടെ കുർക്കുമിൻ പ്ലസിൽ കുർക്കുമിൻ മാത്രമല്ല നിരവധി ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ വിഷപദാർത്ഥങ്ങൾ, പ്രത്യേകിച്ച് കരളിൽ അടിഞ്ഞുകൊണ്ടുള്ള വിഷപദാർത്ഥങ്ങളെയൊക്കെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒന്നാണ് കുർക്കുമിൻ പ്ലസ്. ഗാനോഡെർമ ഒരു ചുവന്ന കൂണാണ്. കൊടുങ്കാടുകളിലൊക്കെ കാണപ്പെടുന്ന പാഴ്മരങ്ങളിലൊക്കെ കിളുത്തു വരുന്ന ഒരു കൂണാണ് ഗാനോഡെർമ. ഇതിന് വളരെയധികം പ്രത്യേകതയുണ്ട്. തല മുതൽ കാല് വരെ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന എല്ലാ ദൂഷ്യങ്ങളെയും വിഷപദാർത്ഥങ്ങളെയും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനും ഫ്രീ റാഡിക്കൽസിനെ ഒഴിവാക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് കൂടിയാണ് ഗാനോഡെർമ. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെയൊക്കെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒന്നാണ്. ഡീറ്റോക്സ് ഫുഡ് ഫാറ്റസ് നമ്മുടെ രാത്രിയിൽ ഉള്ളംകാലില് പൊട്ടിച്ചിട്ട് കിടന്നാൽ രക്തചംക്രമണത്തിലൂടെ നമ്മുടെ ബ്ലഡിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഹെവി മെറ്റൽസിനെയും വിഷപദാർത്ഥങ്ങളെയൊക്കെ വലിച്ചെടുത്ത് പുറത്തള്ളാൻ സഹായിക്കുന്ന ഒന്നാണ് ഡീറ്റോക്സ് ഫുഡ് പാച്ചസ്. ഐ സപ്പോർട്ട് കണ്ണിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ്, അലർജീസ്, കാഴ്ചമങ്ങല്, കണ്ണിനുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള അലർജികൾക്കും പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഐ സപ്പോർട്ട്.
ഇതിനകത്ത് ബിൽബെറി, ജമന്തി തുടങ്ങിയ നിരവധി ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വുമൺ ഹെൽത്ത് സെഗ്മെന്റിൽ നമ്മുടെ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് ഈ ഒരു സെഗ്മെന്റിലുള്ളത്. അതിലൊന്നാമത്തെയാണ് ക്രാൻബെറി. ബെറി വംശത്തിലുള്ള ഫ്രൂട്ടിന്റെ എക്സ്ട്രാക്ട് ആണ് ഇത്. മൂത്രനാളിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് ഒരു പരിഹാരമാണ് ക്രാൻബെറി. ഫോളിക് ആൻഡ് 9+ സ്ത്രീകൾക്ക് പലപ്പോഴും അവരുടെ ശരീരത്തിൽ ബ്ലഡിന്റെ അളവ് കുറയാറുണ്ട്. അപ്പോൾ അവർ അനീമിക് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഇതിന് പരിഹാരമായിട്ട് ഫോളിക് ആസിഡ് എത്തിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ രക്തത്തിന് അളവ് ഉത്പാദനം കൂടുകയും അയൺ, ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കാൻ. പത്രത്തില് ഫോളിക് ആൻഡ് 9+ നമുക്ക് ബ്ലഡിന്റെ ഉത്പാദനം കൂട്ടാനും ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. മറ്റൊന്നാണ് ശതാവരി മാക്സ്. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ യൂട്രസിന് വേണ്ടുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ശതാവരി മാക്സ് എന്നുള്ളത്. ശതാവരി എന്ന് പറഞ്ഞാൽ ഒറ്റമൂലികളുടെ റാണി എന്നുള്ളതാണ്. ശതാവരി മാക്സിൽ ശതാവരി മാത്രമല്ല, നിരവധി ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് യൂട്രസിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾക്ക്, PCOD പോലുള്ള പ്രശ്നങ്ങൾ, പീരീഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ്, ഇതിനൊക്കെ പരിഹാരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഹെയർ, സ്കിൻ ആൻഡ് നെയിൽ, പേര് പോലെ തന്നെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന മുടി പൊഴിച്ചില്, സ്കിൻ ഡ്രൈ ആവുക, അതുപോലെ തന്നെ നഖം പിളർന്നു പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കൂടിയാണ് ഹെയർ, സ്കിൻ ആൻഡ് നെയിൽ. ഇതിൽ 6 നാച്ചുറൽ ഇൻഗ്രീഡിയൻസും 13 വിറ്റാമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ആയുസ് ആൻഡ് എന്നൊരു സെഗ്മെന്റിൽ നമ്മുടെ ആയുർവേദത്തിലുള്ള ഘടകങ്ങളൊക്കെ ഉൾപ്പെടുത്തിയത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു സെഗ്മെന്റ് തന്നെയാണ് ആയുസ് ആൻഡ്. ഇത് നമ്മുടെ രോഗമുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് സെഗ്മെന്റ് കൂടിയാണ്. ഇതുവരെ പറഞ്ഞ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് രോഗം വരാതിരിക്കാൻ നമ്മൾ പ്രോഡക്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ, ഇവിടെ ആയുസ് ആൻഡ് സെഗ്മെന്റിൽ രോഗമുള്ളവർക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് സെഗ്മെന്റ് നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിലൊന്നാമത്തെയാണ് പ്രോകാർഡ്. പ്രോകാർഡ് ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. നല്ല കൊളസ്ട്രോളിനെ നിലനിർത്തി ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലായ്മ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇതിൽ നിരവധി ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് നീർമരുന്നാണ് മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ്. മറ്റൊന്നാണ് ഗ്ലൂക്കോ ഹെൽത്ത്. വേങ്ങ ആണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ്. കൂടാതെ നിരവധി ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ സഹായിക്കും. ഡയബറ്റിക്, പ്രീ ഡയബറ്റിക് ആളുകൾക്കൊക്കെ തീർച്ചയായും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. കിഡ്നി ഹെൽത്ത്. കിഡ്നി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. കിഡ്നി സ്റ്റോണിനൊക്കെ വളരെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഫലം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കിഡ്നി ഹെൽത്ത് എന്ന് കരുതി നമുക്കിത് ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യൻസിന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മുടെ ഒരു സപ്ലിമെന്റുകളും ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് സജസ്റ്റ് ചെയ്യാറില്ല. മറ്റൊന്നാണ് പ്രോസ്റ്റേറ്റ് കെയർ. പുരുഷന്മാരിൽ ഒരു പ്രായം കഴിയുമ്പോൾ മൂത്രസഞ്ചിക്ക് താഴെയായിട്ടുള്ള ചെറിയ ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ്. ഇതിന് നീർവീക്കം സംഭവിക്കാൻ, മൂത്രതടസ്സം ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊരു വലിയ ആരോഗ്യ പ്രശ്നമാണ്. ഇതിന് പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് പ്രോസ്റ്റേറ്റ് കെയർ. തഴുതാമ, ശതാവരി തുടങ്ങിയ നിരവധി ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ളതാണ്. ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പ്രോസ്റ്റേറ്റ് കെയർ. മറ്റൊന്നാണ് വൈറ്റൽ കോംപ്ലക്സ്. നമ്മുടെ ശരീരത്തിലുള്ള ധാരാളമായിട്ട് ആന്റി ഓക്സിഡന്റുകളെ തരാൻ സഹായിക്കുകയും അതുപോലെ നമ്മുടെ കോശങ്ങളെ നരിഷായിട്ട് ഇരിക്കാൻ സഹായിക്കുകയും നമ്മുടെ ദഹനം കൃത്യമായിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വൈറ്റൽ കോംപ്ലക്സ്. മറ്റൊന്നാണ് ടോക്സ് ക്ലീൻ. ശരീരത്തിലുള്ള വിഷപദാർത്ഥങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്ന ആയുർവേദിക് പ്രോഡക്റ്റ് ആണ് ടോക്സ് ക്ലീൻ. നിലാവേപ്പ്, മഞ്ഞൾ തുടങ്ങിയ നിരവധി ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ലിവർ ഹെൽത്ത്. കരളിനെ സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ലിവർ സിറോസിസിനെ പോലും പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാനായിട്ട് ലിവർ ഹെൽത്ത് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. മറ്റൊന്നാണ് റെസ്പോ കെയർ. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ്, അലർജീസ്, തുമ്മൽ, ചുമ, കഫം, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് റെസ്പോ കെയർ. ഇൻവിഗോ എന്നൊരു സെഗ്മെന്റിൽ നമുക്ക് 2 പ്രോഡക്റ്റുകളുണ്ട്. ഇൻവിഗോ ന്യൂട്രീഷണൽ പ്രോട്ടീൻ പൗഡർ ഉണ്ട്. 7 വയസ്സിന്റെ മുകളിലേക്ക് എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ധാരാളമായിട്ട് വിറ്റാമിൻസും മിനറൽസും ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ധാരാളം പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ചോക്ലേറ്റ്, വാനില 2 ഫ്ലേവറിൽ ഇത് അവൈലബിൾ ആണ്. മറ്റേതാണ് ഹെൽത്ത് ടോപ്പ് അഥവാ പഞ്ചതുളസി. 5 തരം തുളസിയിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട് ആണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. തുമ്മൽ, ജലദോഷം, തലവേദന, പനി ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഹെൽത്ത് ടോപ്പ് അഥവാ പഞ്ചതുളസി. അഗ്രി സെഗ്മെന്റിൽ നമുക്ക് 8 പ്രോഡക്റ്റുകളുണ്ട്. ഈ 8 പ്രോഡക്റ്റുകൾ നമുക്ക് വളമല്ല, കീടനാശിനിയല്ല, പക്ഷേ വളത്തിനോടൊപ്പം കീടനാശിനിയോടൊപ്പം ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റുകളാണ്. കഴിഞ്ഞ വർഷം വെസ്റ്റീജിൽ വെസ്റ്റീജ് ഉൾപ്പെടെയുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഇന്ത്യയിൽ മാത്രം ചെയ്ത ബിസിനസ് 400 കോടിയാണ്. അതിൽ 200 കോടി ബിസിനസ് ചെയ്തതും നമ്മുടെ ഈ വെറും 8 പ്രോഡക്റ്റ് കൊണ്ടാണ്. ഇതിന് അത്രയധികം പ്രത്യേകതകളുണ്ട്. മണ്ണിനെ ഫലഭൂഷ്ടമായിട്ട് നിലനിർത്താനും വേരുകളെ ആഴത്തിൽ വളരാനും ചെടികൾക്ക് നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാവണം, മണ്ണിൽ എപ്പോഴും ഈർപ്പം നിലനിർത്താനും അതുപോലെ മൈക്രോബിയൽ പോപ്പുലേഷൻ കൂടാനും അതുപോലെ തന്നെ ചെടികൾക്ക് ഒരുപാട് പൂക്കളും കായ്കളും ഇലകളും ചില്ലകളും ഒക്കെ ഉണ്ടാവാൻ സഹായിക്കുന്ന പ്രോഡക്റ്റ് സെഗ്മെന്റുകളാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾ തീർച്ചയായിട്ടും അഗ്രിയുടെ ട്രെയിനിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക. ഷായ് സാർ ഒരു ടൈം ഫിക്സ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അഗ്രിയുടെ ട്രെയിനിങ് ഇതുപോലെ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഹെൽത്ത് ഫുഡ് സെഗ്മെന്റിൽ നമുക്ക് ഇൻവിഗോ എന്നൊരു സെഗ്മെന്റിൽ എനർജി ഫ്ലാഷ് അപ്പ് ഉണ്ട്. അതൊരു എനർജി ഡ്രിങ്ക് ആണ്. അതുപോലെ എനർവ ബ്രാൻഡിൽ തന്നെ വരുന്ന ഹൈ ന്യൂട്രീഷണൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. കോൺഫ്ലെക്സ് ആണ്. അതിൽ ഒരുപാട് ഡ്രൈ നട്ട്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അതുപോലെ ലൈറ്റ് ഹൗസ് എന്നൊരു ബ്രാൻഡിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള റൈസ് ബ്രാൻ ഓയിൽ നമുക്കുണ്ട്.
ഈ റൈസ് ബ്രാൻ ഓയിൽ നമ്മൾ ഉത്പാദിപ്പിച്ചെടുക്കുന്നത് ബ്രൗൺ റൈസിൽ നിന്നാണ്. ഏത് അരിയിൽ നിന്നും നമുക്ക് റൈസ് ബ്രാൻ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് ബ്രൗൺ റൈസിൽ നിന്നാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൈസ് ബ്രാൻ ഓയിലാണ് നമുക്ക് വെസ്റ്റീജ് ഇതിലൂടെ തരുന്നത്. സീറ്റ എന്നൊരു ബ്രാൻഡിൽ വരുന്ന പ്രീമിയം ക്വാളിറ്റിയിലുള്ള ടീ പൗഡേഴ്സും കോഫി പൗഡേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. എനർജി സ്നാക്ക് ബാറുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓറൽ കെയർ, വായയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഡെന്റാഷ്യൂർ എന്നൊരു ബ്രാൻഡിൽ ഗാനോ ടൂത്ത് പേസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് വായനാറ്റ, ദന്തക്ഷയം, മോണരോഗങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. അതുപോലെ നീം അടങ്ങിയിട്ടുള്ള, ആര്യവേപ്പ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ്, ഡെന്റാഷ്യൂർ ടൂത്ത് പേസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ് ഉണ്ട്, മൾട്ടി ആക്ഷൻ ടൂത്ത് ബ്രഷ് ഉണ്ട്, അതുപോലെ തന്നെ മൗത്ത് വാഷ് നമുക്ക് ലഭ്യമാണ്. ഹൈവെസ്റ്റ് എന്നൊരു ബ്രാൻഡിൽ നമുക്ക് ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ, ഡിറ്റർജന്റ്, ഗ്ലാസ് ക്ലീനർ തുടങ്ങിയ എല്ലാ പ്രൊഡക്റ്റുകളും ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പേഴ്സണൽ കെയർ സെഗ്മെന്റിൽ അഷ്യൂർ എന്നൊരു ബ്രാൻഡിൽ നമുക്ക് സോപ്പ്, ഡിയോഡന്റ്, പൗഡർ, ഫേഷ്യൽ ഫോമുകൾ, ഫേഷ്യൽ ക്രീമുകൾ, ഷാംപൂസ്, ഹെയർ കണ്ടീഷണർ, ഫേഷ്യൽ ക്രീമുകൾ, അതുപോലെ നറിഷിംഗ് ക്രീമുകൾ, ഹാൻഡ് വാഷ് തുടങ്ങിയ നിരവധി പ്രൊഡക്റ്റുകൾ ഈ ഒരു സെഗ്മെന്റിലുണ്ട്. അതിൽ 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ നമുക്ക് അഷ്യൂർ നാച്ചുറൽ എന്നൊരു പ്രൊഡക്റ്റ് സെഗ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ പീൽ ഓഫ് മാസ്ക്, സൺസ്ക്രീന്, ചാർക്കോൾ അങ്ങനെ തുടങ്ങിയ നിരവധി പ്രൊഡക്റ്റുകൾ ഈ ഒരു സെഗ്മെന്റിൽ തന്നെയുണ്ട്. അതുപോലെ നമുക്ക് അഷ്യൂറിന്റെ പ്രീമിയം എന്നൊരു സെഗ്മെന്റിൽ നമുക്ക് 2 പെർഫ്യൂംസ് ഉണ്ട്. ലോങ് ടൈം യൂസ് ചെയ്യാൻ പറ്റും, ലോങ് ടൈം നമുക്ക് നിലനിൽക്കുന്ന രീതിയിലുള്ള 2 പെർഫ്യൂമാണ്. ലേഡീസിന് വേണ്ടിയിട്ട് അമൂറും ജെന്റ്സിന് വേണ്ടിയിട്ട് ബ്ലൂ എന്ന പേരിൽ നമുക്ക് 2 പ്രീമിയം പെർഫ്യൂമും കൂടെ വെസ്റ്റീജ് നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. വാട്ടർ പ്യൂരിഫയർ വെസ്റ്റീജ് നമ്മൾ ഷാർപ്പ് എന്ന കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വാട്ടർ പ്യൂരിഫയർ കൊണ്ടുവന്നിട്ടുള്ളത്. 6 ഫിൽട്രേഷൻ സ്റ്റേജ് ഉണ്ട് ഇതിനുള്ളിൽ. അതിനുശേഷം അതിനുള്ളിൽ ടാങ്കിൽ വെള്ളം സേവ് ചെയ്ത് വെക്കുകയും ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും അൾട്രാവയലറ്റ് കിരണങ്ങൾ കൊണ്ട് ട്രീറ്റ് ചെയ്തിട്ട് വെള്ളം കിട്ടുന്നത് കൊണ്ട് തന്നെ 100% ബാക്ടീരിയ ഫ്രീ ആയിട്ട് നമുക്ക് വെള്ളം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ടെക്നോളജി പല വാട്ടർ പ്യൂരിഫയറിൽ ഇല്ലാത്തൊരു ടെക്നോളജിയാണ്. അത്രയധികം അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ ഷാർപ്പിന്റെ വാട്ടർ പ്യൂരിഫയർ. അതുപോലെ ഷാർപ്പിന്റെ വാട്ടർ പ്യൂരിഫയർ ജാറും നമുക്ക് അവൈലബിൾ ആണ്. സ്ത്രീകളുടെ ഹൈജീന് വേണ്ടിയിട്ട് ഡ്യൂ ഗാർഡൻ എന്നൊരു ബ്രാൻഡിൽ നമുക്ക് ഇന്റിമേറ്റ് വാഷ് ഫോം, സാനിറ്ററി നാപ്കിനും പാൻറ്റി ലൈൻസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ സാനിറ്ററി നാപ്കിൻ പുതിയൊരു പേരിൽ നമുക്ക് നാച്ചുറൽ ഫ്രണ്ട്ലി, വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഡ്യൂ ഗാർഡൻ ഫ്ലൈ എന്നുള്ളത്. വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. ഇതിൽ 6 ലെയർ പ്യുവർ കോട്ടൺ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഗമ്മ് പോലും നാച്ചുറലി എക്സ്ട്രാക്റ്റഡ് ആണ്. അതുപോലെ തന്നെ അതിനകത്ത് ആനിയൺ ചിപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ലോങ് ടൈം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഒരു സമയം 200 ml വരെ ബ്ലഡിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ സാനിറ്ററി നാപ്കിൻ തയ്യാറാക്കിയിട്ടുള്ളത്. 200 ml വരെ ഇതിനകത്ത് ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. അത്രയധികം അഡ്വാൻസ്ഡ് ആണ്. മറ്റന്നാൾ ട്രൂമാൻ എന്നൊരു ബ്രാൻഡിൽ വരുന്ന പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സോപ്പ്, ഡിയോഡന്റ്, അതുപോലെ തന്നെ ഫേസ് വാഷ് നമുക്ക് ട്രൂമാൻ എന്നൊരു ബ്രാൻഡിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. മിസ്റ്റർ മെലൻ എന്നൊരു ബ്രാൻഡിൽ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കളർ കോസ്മെറ്റിക്സ് ആണ് മിസ്റ്റർ മെലൻ. ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ല, മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടില്ല, ഹലാൽ സർട്ടിഫിക്കറ്റ് ആണ്. നമ്മൾ മൃഗങ്ങളിൽ പരീക്ഷിച്ചിട്ടല്ല നമ്മൾ ഈ പ്രോഡക്റ്റുകൾ കൊണ്ടുവരുന്നത്. അത്രയധികം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് സെഗ്മെന്റ് ആണ്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ഇതുപോലെ തന്നെ അഗ്രിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ടൈം നിങ്ങളൊന്ന് ഫിക്സ് ചെയ്യുക, എന്നെ അറിയിക്കുക. ബ്യൂട്ടിയുടെ ട്രെയിനിങ്ങുകളും ഇതുപോലെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള കളർ കോസ്മെറ്റിക്സ് നമുക്കുണ്ട്. അത് വെലിനോ എന്നൊരു ബ്രാൻഡിൽ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ സ്കിൻ ഫോമുല 9 സ്കിന്നിനെ സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. സ്കിന്നിനുണ്ടാകുന്ന ചുളിവുകൾ, പാടുകൾ, മുഖത്തുണ്ടാകുന്ന ഡൾനെസ്, അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമായിട്ട് സ്കിൻ ഫോമുല 9 നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയൊരു അവയവമാണ് സ്കിൻ. അപ്പൊ സ്കിന്നിനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് സ്കിൻ ഫോമുല 9 നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ 3 പ്രോഡക്റ്റ് കാറ്റഗറികളെ കുറിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാനായിട്ട് ബ്യൂട്ടി ട്രെയിനിങ്ങുകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. മാക് ഡ്രൈവ് നാനോ എനർജൈസർ, ഇത് എഞ്ചിനോടൊപ്പം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് അത്തരത്തിൽ ഉപയോഗിക്കുക വഴി എഞ്ചിനുള്ളിൽ കർഷണം കുറയ്ക്കാനും പുകമലിനീകരണം കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് മാക് ഡ്രൈവ് നാനോ എനർജൈസർ. അപ്പോ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉത്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും ഒക്കെ എല്ലാ തരത്തിലുള്ള ലൈസൻസുകളും സർട്ടിഫിക്കറ്റുകളും നേടിയ ഒരു കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ്. അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള ISO സർട്ടിഫിക്കേഷൻസ് നമുക്ക് നേടിയിട്ടുണ്ട്. എൻവയോൺമെന്റൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ടും ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, എനർജി മാനേജ്മെന്റ് സിസ്റ്റം, ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിനൊക്കെ ഉള്ള ISO സർട്ടിഫിക്കേഷൻസ് നേടിയ ഒരു കമ്പനിയാണ്. കൂടാതെ നമുക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ GMP സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ എല്ലാ തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സുരക്ഷയാണ് നമ്മളുടെ മുൻഗണന. എന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉള്ളൂ, അത് നമ്മുടെ വെസ്റ്റീജ് മാത്രമാണ്.
ഇവിടെ പുതിയൊരു പ്ലാന്റിന്റെ വീഡിയോ കണ്ട്. അപ്പോൾ നമ്മുടെ സമയപരിമിതി മൂലം ഇത് കാണിക്കുന്നില്ല. യൂട്യൂബിൽ ഈ വീഡിയോസ് അവൈലബിൾ ആണ്. വെസ്റ്റീജില് നമുക്ക് ഈ പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ജീവിതം നമുക്ക് നയിക്കാനായിട്ട് സാധിക്കും. വളരെ ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതൊരു കൺസ്യൂമറായിട്ട് നിന്ന് ഇവിടുത്തെ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് വേണ്ട വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഒരുപാട് പേർക്ക് നമുക്ക് ഈ പ്രോഡക്റ്റുകളൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇവിടെ നമുക്കൊരു ബിസിനസ് സാധ്യതയുണ്ട്. കാരണം വെസ്റ്റീജ് എന്നുള്ളത് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഇത് നെറ്റ്വർക്കിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇവിടെ ഒരുപാട് പേര് ഇൻകം ഉണ്ടാക്കിയിട്ടുള്ളതും ഇൻകം നേടിക്കൊണ്ടിരിക്കുന്നതും ഈ ഒരു ബിസിനസ് പ്ലാനിലൂടെയാണ്. ഈ ബിസിനസ് പ്ലാനിനെ വെസ്റ്റീജ് ഞങ്ങൾ ജസ്റ്റ് ക്രിയേറ്റഡ് എന്നല്ല പറയണത്, വി എഞ്ചിനീയർഡ് ഇത് പ്ലാൻ എന്നാണ് പറയുന്നത്. അത്രയധികം വൈഭവത്തോടു കൂടിയാണ് ഈ ഒരു പ്ലാനിനെ തയ്യാറാക്കിയിട്ടുള്ളത്. ആ ഒരു വൈഭവത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ പ്ലാനിനെ കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം, ഇൻകം നേടണം. മൈ സക്സസ് പ്ലാൻ എന്നുള്ളതാണ് ഈ ഒരു പ്ലാൻ. നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.mywestige.com എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ്സ് എന്നൊരു ഓപ്ഷനിൽ പോയി നിങ്ങൾ അവിടെ ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രോഷേഴ്സ്, കാറ്റലോഗ്സ്, അങ്ങനെ തുടങ്ങി മാഗസിൻസ് എല്ലാം അവിടെ ഉണ്ടാവും. അതിൽ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ മൈ സക്സസ് പ്ലാൻ അവിടെ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 10-12ഓളം ലാംഗ്വേജിൽ അതിൽ അവൈലബിൾ ആണ്. മലയാളത്തിലും അത് അവൈലബിൾ ആണ്. ആ ലാംഗ്വേജ് സെലക്ട് കൊടുത്തിട്ട് ശേഷം റീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിനെ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. വിശദമായി അത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഓൾറെഡി ഞാൻ ഷാഹിസ്ഥാനൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടെ പറഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. മലയാളത്തിലുള്ളതും ഇംഗ്ലീഷിലുള്ളതും അവൈലബിൾ ആണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കുന്നത് വരെ, മനസ്സിലാകുന്നത് വരെ വായിക്കുക, സംശയങ്ങൾ ക്ലിയർ ചെയ്യുക. ഇവിടെ നമുക്ക് 9 വരുമാന മാർഗങ്ങളാണ് വെസ്റ്റീജിലൂടെ നമുക്ക് കിട്ടുന്നത്. അതിൽ ഒന്നാമത്തെയാണ് സേവിങ്സ് ഓൺ കൺസംഷൻ എന്നുള്ളത്. വെസ്റ്റീജിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയും ഒരു ID ക്രിയേറ്റ് ചെയ്യുകയും അതുവഴി നിങ്ങളുടെ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രോഡക്റ്റുകൾക്ക് വിലക്കുറവിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും. 10% മുതൽ 30% വിലക്കുറവിലാണ് നമുക്ക് ഇവിടെ പ്രോഡക്റ്റുകൾ കിട്ടുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 130 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ 91 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന 39 രൂപ, അതായത് 30% വിലക്കിഴിവ് അവിടെ കിട്ടുകയാണ്. ഇത് നിങ്ങളുടെ ഒരു സേവിങ്സ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റാം. അല്ലെങ്കിൽ ഇത് റീറ്റെയിൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു വരുമാനം എടുക്കാനായിട്ട് സാധിക്കും. റീറ്റെയിൽ ചെയ്ത് നിങ്ങൾ അത്തരത്തിൽ കിട്ടുന്ന ഒരു വരുമാനത്തെ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെയാണ് അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ് അഥവാ സഞ്ചിത പ്രകടന ബോണസ് എന്നുള്ളതാണ്. അത് നമുക്ക് വെസ്റ്റീജിൽ നിങ്ങൾ പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ വെസ്റ്റീജിലുള്ള ഒരു പ്രത്യേകതയാണ്, ഓരോ മാസത്തെയും ബിസിനസ് നിങ്ങൾ ചെയ്യുന്നതിന്റെ PV അവിടെ കഴിയുകയല്ല ചെയ്യുന്നത്. അത് വീണ്ടും മുകളിലേക്ക് അക്യുമുലേറ്റ് ചെയ്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കി 5 മുതൽ 16% വരെ വരുമാനം കിട്ടുന്നതാണ് അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴത്തേക്കാണോ നിങ്ങൾ 16% കടക്കുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് മറ്റൊരു ഇൻകം കിട്ടും, ഡയറക്ടർ ബോണസ് 15%. അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരു വരുമാനത്തിലേക്ക് എത്തുകയാണ്. ഈ 3 വരുമാനം വരെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ കൂടുതൽ വരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ ഇതൊരു നെറ്റ്വർക്കിംഗ് ബിസിനസ് ആണ്. നിങ്ങൾ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. പത്രത്തില് നിങ്ങൾ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻകം ആണ് ടീം ബിൽഡിംഗ് ബോണസ് 3%. ഇനി അഞ്ചാമത്തെ ഒരു വരുമാനത്തിലേക്ക് പോവാം. ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് അഥവാ LOB 18% വെസ്റ്റീജിലൂടെ കിട്ടുന്ന ഏറ്റവും ഹയസ്റ്റ് ഇൻകം ആണ്. ഈ LOB കാൽക്കുലേഷൻ നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്ന അന്ന് നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുക. അപ്പോ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. വെസ്റ്റീജിന്റെ ട്രാവൽ വെറും 2 പേരും കൂടെ നിങ്ങൾ സക്സസ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിങ്ങൾ സക്സസ് ആക്കി എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് വെസ്റ്റീജിന്റെ ട്രാവൽ ഫണ്ട് കിട്ടും. ഇതിലൂടെ നിങ്ങൾക്ക് നിരവധിയായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ അവസരമുണ്ട് എന്നുള്ളതാണ്. മറ്റേതാണ് വെസ്റ്റീജിന്റെ കാർ ഫണ്ട് 5%. നിങ്ങൾ സക്സസ് ആവുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ടീമില് 4 പേര് കാറുകൾ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ എടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള മാസം 3, അങ്ങനെ തുടർച്ചയായിട്ടും എല്ലാ മാസങ്ങളിലും 3 കാറുകൾ പിന്നീട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഡിസംബർ മാസത്തിൽ ഇപ്പോൾ 2 കാറിന്റെ ഡെലിവറി കഴിഞ്ഞു. ഈ ലാസ്റ്റ് വാങ്ങിയത് രഹാനത്ത് മേഡം ആണ്. മലപ്പുറത്തെ രഹാനത്ത് മേഡം 4.5 ലക്ഷം രൂപ ഇൻകം വാങ്ങുന്ന UCD ആണ്. യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആണ്. ഒരു ലേഡി ലീഡർ ആണ്. വളരെ യങ് ആണ്. 30 ലക്ഷം രൂപയുടെ കിയ EV കാറാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പൊ അത് രണ്ടാമത്തെ കാറാണ്. ഇതിന് മുമ്പുള്ള കാറ് വെസ്റ്റീജിന്റെ കാർ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ചത് എർട്ടിഗയാണ് വാങ്ങിച്ചിട്ടുള്ള കാറ്. അപ്പൊ ഇത്തരത്തില് കാർ ഫണ്ട് ഉപയോഗിച്ച് ഇവരൊക്കെ കാറ് വാങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. മറ്റേതാണ് വെസ്റ്റീജിന്റെ ഹൗസ് ഫണ്ട് 3%.
വെസ്റ്റീജിൽ നിങ്ങൾ സക്സസ് ആവുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ടീമിലെ 6 പേരെയും കൂടെ നിങ്ങൾ സക്സസ് ആക്കിയാൽ മതി. വെസ്റ്റീജിന്റെ ഹൗസ് ഫണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വീട് വെക്കാനോ വാങ്ങിക്കാനോ ഒക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ മാസം 2-ാം തീയതി ഐഷ മാഡത്തിന്റെ വീടിന്റെ പാലുകാർ ചേർന്നു. യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറാണ്. 5.5 ലക്ഷം രൂപ ഇൻകം വാങ്ങുന്ന ഒരു ലേഡിയാണ്. ഏകദേശം 69 വയസ്സ് പ്രായമുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ആ ഒരു പ്രായത്തിലും ഈ ഒരു വരുമാനം നേടുന്നുണ്ട്. 3500 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് വെച്ചിട്ടുള്ളത്. ആ വീടിന്റെ ഇനാഗ്രേഷന് ദീപക് സാറാണ് വന്നിട്ട് പോയത്. അപ്പൊ അത്രയധികം ലീഡേഴ്സ് ഇവിടെ പുതിയ പുതിയ വീടുകളും കാര്യങ്ങളൊക്കെ ഈ വെസ്റ്റീജിന്റെ ഹൗസ് ഫണ്ടിലൂടെ സ്വന്തമാക്കുന്നുണ്ട് എന്നുള്ളതിന് കാര്യമാണ് പറഞ്ഞു വന്നത്. മറ്റ് 9ാമത്തെ വരുമാനമാണ് LA ക്ലബ് ബോണസ് 2%. ഇത് കിട്ടണമെങ്കിൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ അല്ലെങ്കിൽ ഡബിൾ ക്രൗൺ ഡയറക്ടർ അല്ലെങ്കിൽ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്നൊരു പൊസിഷനിലേക്ക് എത്തണം. പ്രതിമാസം 20 ലക്ഷം രൂപ വരെ ഈ ഇനത്തിൽ വരുമാനമായിട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 9 വരുമാനങ്ങളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വലിയ വലിയ സക്സസുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ വെസ്റ്റീജിന്റെ ഒരു കരിയർ ലാഡറാണിത്. നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ സീനിയർ ഡിസ്ട്രിബ്യൂട്ടർ, ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, സ്റ്റാർ, ഡയമണ്ട് അങ്ങനെ തുടങ്ങി ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ വരേക്ക് നിങ്ങൾക്ക് പൊസിഷൻസ് ഉണ്ട്. അത്രയധികം പൊസിഷനിലേക്ക് എത്താൻ സാധിക്കും. അതിനുപരി VMCM എന്നൊരു പൊസിഷനും കൂടെയുണ്ട്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ വരുമാനം വാങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും VMCM മെമ്പറും കൂടി ആകാനായിട്ട് സാധിക്കുന്നതാണ്. ഇതാണ് ഇതിന്റെ ഒരു കരിയർ ലാഡർ. അപ്പോ ഇതാണ് നമ്മുടെ CND. കുറച്ച് കാര്യങ്ങളോടൊക്കെ പറയാനുണ്ട്, പക്ഷേ ഇന്നത്തെ നമ്മുടെ സമയ പരിമിതി മൂലം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇവിടെ ഈ ഒരു CNDയിലൂടെ നിങ്ങൾ ഇന്ന് കേട്ട കാര്യങ്ങളൊക്കെ ചിലപ്പോ വളരെ കുറച്ച് മാത്രമേ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടാവൂ. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലെ മീറ്റിങ്ങുകൾ നടത്താം. അപ്പോൾ നിങ്ങളുടെ ടീമിലുള്ള ഇനിയും ഇത് കേട്ടിട്ടില്ലാത്ത ഒരുപാട് ആൾക്കാരെ ഇതിലേക്ക് പങ്കെടുപ്പിക്കുക. ഓക്കെ, ഇന്നിപ്പോ നമ്മൾ ഏകദേശം 150 മുകളിൽ ആൾക്കാർ ഇന്നിപ്പോ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. വളരെ സന്തോഷം. അപ്പോ ഇനിയും നിങ്ങളുടെ ടീമിലുള്ള ഒരുപാട് ആൾക്കാരെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് വളരെയധികം മികച്ച രീതിയിലേക്ക് ഗ്രോ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെയും പറയാനുള്ള ഒരു റിക്വസ്റ്റ്, നിങ്ങളും നിങ്ങളുടെ ടീമിലുള്ള എല്ലാവരും കൺസിസ്റ്റൻസി പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. 2-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള കൺസിസ്റ്റൻസി, അതിനോട് സംബന്ധിച്ച് വരുന്ന ഓഫറുകളും കാര്യങ്ങളും ഒക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതിന് കൺസിസ്റ്റൻസി നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരു സെഷൻ ഞാൻ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് അതിനെ കുറിച്ച് പറയാനുള്ള സമയം കൂടി ഇല്ല. ഇനിയിപ്പോ ഒരു 3 ദിവസം കൂടെ ഉള്ളൂ. മാക്സിമം നിങ്ങളുടെ ടീമിലെ എല്ലാവരും കൺസിസ്റ്റൻസി ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. കുറഞ്ഞതൊരു 100 PV എങ്കിലും ചെയ്തു എന്നുള്ള കാര്യത്തിൽ എല്ലാവരും എൻഷുർ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ നമുക്ക് ബിസിനസ്സിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ വരുമ്പോൾ ഉണ്ടായിരുന്നതിനെക്കാട്ടിൽ ഞാൻ ഇവിടെ കേരളത്തിൽ ജോയിൻ ചെയ്യുന്നതിന് സമയത്ത് ഉണ്ടായിരുന്ന ബിസിനസിന്റെ ഡബിള് കഴിഞ്ഞു ഇപ്പോഴത്തെ ബിസിനസിന്റെ ഗ്രോത്ത്. ഈ ഒരു വർഷം കൊണ്ട് തന്നെ അത് ഡബിളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പൊ അതും ഇനി ഏറ്റവും മികച്ച ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓരോ മാസത്തെ ബിസിനസിന്റെ നമ്മുടെ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ 130 മുതൽ 140 വരെ ഗ്രോത്തിലാണ് നമ്മൾ ഓരോ മാസങ്ങളിലും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ നവംബറിനെക്കാട്ടിലും 140% ഗ്രോത്തിലെങ്കിലും ആയിരിക്കും ഡിസംബർ ഉണ്ടാവുക. ഡിസംബറിനെക്കാട്ടിലും 140-150% ഗ്രോത്തിലായിരിക്കും ജനുവരി ഉണ്ടാവുക. ആ രീതിയിലൊരു ഗ്രോത്ത് ഇപ്പം കേരളത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അവസരം നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു അവസരമാണ്. ഇത് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. വിഷ് യു വെൽത്ത്. താങ്ക് യു സാർ. ഒരുപാട് നോളജാണ്, നമ്മൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പ്രൊഡക്റ്റിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. വളരെ വലിയ താങ്ക്സ് അറിയിക്കുകയാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടി. ഏകദേശം 185 പേരുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് കുറഞ്ഞു പോയതാണ്. 185 ഉണ്ടായിരുന്നു. സാറിൻ്റെ അടുത്ത സെഷൻ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ അഗ്രി സെഷൻ ആയിക്കോട്ടെ, അതുപോലെ ബ്യൂട്ടി സെഷൻ ആയിക്കോട്ടെ, എല്ലാത്തിനും നമ്മൾ റെഡിയാണ്. സാർ എപ്പോൾ പോലും പറഞ്ഞാലും ഉണ്ടാവും, നമ്മളെല്ലാവരും റെഡി ആയിരിക്കുന്നു. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി. കാരണം നമ്മൾ പല ആൾക്കാരും പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളായിട്ടുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് വലിയൊരു യൂസ്ഫുള്ളായി മാറി. നമ്മൾ ഇങ്ങനത്തെ സെഷൻ ആദ്യമായിട്ട് ഞാനും കേൾക്കുന്നു. ദുബായിൽ ഇരുന്നു കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. സാറിൻ്റെ ഈ വിലപ്പെട്ട സമയം നമ്മൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ആദ്യം തന്നെ നമ്മളെല്ലാവരും ടീമിൻ്റെ ഭാഗമായി നമ്മൾ പറയുകയാണ്. 170% നമ്മൾ കൺസിസ്റ്റൻസി ചെയ്യുന്ന മെമ്പേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. 170 ആൾക്കാർ, അത് എല്ലാ മാസവും ചെയ്യുന്ന ആൾക്കാരാണ്. അത് നമ്മൾ ഇനിയും കൂട്ടാന്നുണ്ടാവും. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഒരിക്കൽ കൂടി സാറിനെ നന്ദി അറിയിക്കുകയാണ്. വിഷ് യു വെൽത്ത് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ.